പ്രിയപ്പെട്ടവരെ നമസ്കാരം. കണ്ണട പോയാനപ്പന്നെ ഇല്ലേ ചേട്ടൻ പറഞ്ഞു. പ്രതികാരം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും സോറി, ഞായറാഴ്ച എന്നുള്ളത് തിങ്കളാഴ്ചയും കഴിഞ്ഞ് ഇപ്പം ചൊവ്വാഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. അത് പറയാൻ പറ്റുന്നില്ല, നമുക്ക് ചെയ്യാനേ പറ്റുള്ളൂ, എന്തൊരു ചെയ്യുക. തിങ്കളാഴ്ച ഞങ്ങൾക്ക് പറ്റിയില്ല. തിങ്കളാഴ്ച ഞങ്ങൾക്ക് കല്യാണമായിരുന്നു. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഭയങ്കര ക്ഷീണമായി. അത് കാരണം ഇത് എടുക്കാൻ പറ്റിയില്ല. സോറി, തിങ്കളാഴ്ച അല്ല, ഞായറാഴ്ച കല്യാണമായിരുന്നു. തിങ്കളാഴ്ചയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കമൻറ്റ് വായന ഞായറാഴ്ച എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നാണ് വായിക്കുന്നത് തിങ്കളാഴ്ച. അപ്പം ഞങ്ങൾ ഇന്നത്തെ ഇട്ട വീഡിയോയിലൊക്കെ കുറേ കമൻസ് ഉണ്ട്. ഇന്ന് കമൻറ്റ് വായനയാണെന്ന് പറഞ്ഞിട്ട് അത് കാത്തിരിക്കുകയായിരുന്നു പറഞ്ഞിട്ട്. അത് കാത്തിരിക്കുന്ന കുറേ പേരുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഡ്രസ്സ് അല്ലൻ ചേട്ടന് നമ്മുടെ മേച്ചിരിയിലേക്ക് എടുക്കാൻ പോയില്ലേ, അല്ലൻ ചേട്ടനും ജഗ്ഗുവിനും, അതിലത്തെ കമൻസാണ് കേട്ടോ ആദ്യം. അപ്പോൾ അത് എല്ലാവരും ഭയങ്കര ചിരിച്ച് വയ്യാണ്ടായിന്ന് പറഞ്ഞു. എനിക്കത് ഉറപ്പായിരുന്നു അത് ഭയങ്കര കോമഡി വീഡിയോ ആവുന്നു. കാരണം ഇവർക്ക് ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവും നമുക്കൊരു ഊഹണ്ടേ. അത് കാരണം സജീവനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയി വീഡിയോ കണ്ട് ചിരിച്ച് എൻ്റെ ബോധം പോയി. ബോധം തിരിച്ച് കിട്ടിയപ്പോഴാണ് കാണുന്നത് അനിലേട്ടൻ കുർത്തയും ഇട്ട് നിൽക്കുന്നത്. ഹാ എന്തൊരു ഭംഗി. കസവും മുണ്ടും കുർത്തയിട്ട് നിൽക്കുന്നത് കണ്ടാൽ സിനിമാ നടൻ NF വർഗീസിൻ്റെ ലുക്കുണ്ട്. പക്ഷേ അനിലേട്ടനാണെങ്കിൽ അത് കോമാളി ലുക്ക് എന്ന് പറഞ്ഞിട്ട് ആൾക്ക് സ്വയേ അത് കോമാളി ലുക്കാന്ന് തോന്നുന്നു. കണ്ണാടയിൽ നോക്കിയിട്ട് ഇഷ്ടപ്പെടില്ല. പക്ഷെ വീഡിയോ കണ്ടപ്പോൾ ആൾക്ക് ഒരു വീണ്ടും വിചാരം വന്നു. കമൻസ് ആണെങ്കിൽ വായിച്ച് ആൾ നിർത്തി. ഫോണൊക്കെ മടക്കി അവിടെ ഓഫാക്കി അവിടെ വെച്ച് എന്നോട് പറഞ്ഞു. ഞാൻ പകുതിയായി ഇപ്പം നിർത്തി. ഒക്കെ ടീഷർട്ട് ഇടല്ലേ, കുർത്ത എടുക്കുക, അല്ലെങ്കിൽ ഷർട്ട് ഇടൂ. ഷർട്ടല്ല, ഞാൻ തീരെ ഭംഗിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഷർട്ട് എടുക്കാൻ നിർബന്ധിക്കാൻ. കാരണം അമലുവിൻ്റെ അല്ലൻ ചേട്ടൻ്റെ മോൻ്റെ ഷർട്ട് ഇട്ടിട്ട് അല്ലൻ ചേട്ടൻ ഇവിടെ നടക്കുന്നത് കാണാറുണ്ട്. ഇടയ്ക്കൊക്കെ വല്ലയിടത്ത് പെട്ടെന്ന് പോകുമ്പോൾ അവൻ്റെ ഷർട്ട് വല്ലതും പുറത്ത് എടുക്കണമെങ്കിൽ അത് എടുത്തിട്ടിട്ട് പോണ് കാണാം. അപ്പോൾ ഒരു വൃത്തിയില്ല, ഇടുമ്പളേ അധികം ഭംഗിയില്ല. പക്ഷേ കുർത്ത ഇട്ടിട്ട് മുണ്ടെടുക്കുമ്പോൾ ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു, 100% ഉറപ്പായിരുന്നു. എന്നിട്ട് ഈ കമൻസൊക്കെ കണ്ടപ്പോഴാണോ എന്തോ അമലു അല്ലൻ ചേട്ടൻ്റെ മോൻ കുർത്ത എടുത്തേക്കണേ കല്യാണത്തിനിടാൻ വേണ്ടിയിട്ടേ. ആ കുർത്ത ആളിട്ടു. അപ്പം അവൻ്റെ കുറച്ച് ടൈറ്റാ. അതിട്ടിട്ട് ഇങ്ങോട്ട് വന്നു. ഫോട്ടോ എടുത്തു. അതെടുത്തിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പം ജഗ്ഗുവിൻ്റെ ആയാലും കുർത്തയ്ക്ക് ഒരു പാൻറ്റ് ഒപ്പുണ്ട്, സെറ്റ്, ഒരു വെള്ള പാൻറ്റ്. അത് പക്ഷേ അതിൻ്റെ കൂടെ അത് ഇടുമ്പോൾ ഭംഗിയില്ല. അത് ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നേ. അപ്പോൾ വലിയ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് അത്ര ഭംഗിയില്ല. പക്ഷേ ഇതിൻ്റെ കൂടെ കസവും മുണ്ടാണെങ്കിൽ അടിപൊളിയായിരിക്കുന്നു പറഞ്ഞിട്ട് ചേട്ടൻ്റെ കസവും മുണ്ട് എടുത്തിട്ട് ഇത് ഉടുത്തേന്ന് പറഞ്ഞു. അത് ഉടുത്ത് കണ്ടപ്പോഴേക്കും ജഗ്ഗു അയ്യോ വലിയ അങ്ങനെ തന്നെ നിൽക്കട്ടെ, ഞാൻ ഫോട്ടോ എടുക്കട്ടെ എന്നിട്ട് ജഗ്ഗു മറ്റേ നമ്മുടെ സോണിയുടെ ക്യാമറയും ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഫോട്ടോ എടുത്തു. വെയിലായിരുന്നു എന്നാലും പോലും അത് നല്ല രസമുണ്ട്. ഫോട്ടോ വന്നിട്ട് അയച്ചു കൊടുത്തു. ഫോട്ടോ അങ്ങോട്ട് കണ്ടപ്പോൾ അല്ലൻ ചേട്ടന് എത്ര ഭംഗിയുണ്ട് എന്നെ കാണാൻ, കോമാളി ലുക്കൊന്നല്ല ഭംഗിയുണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ പിന്നെ ആൾക്ക് എടുക്കാന്നുള്ളതായി. അങ്ങനെ പുളിമുട്ടിലേക്ക് പോയി ഞങ്ങൾ. അതൊന്നും വീഡിയോ അല്ല കേട്ടാ, പക്ഷെ അപ്പോൾ പുളിമുട്ടിലെ പോയപ്പോഴാണെങ്കിൽ നല്ല കുർത്തകളുണ്ട്, അധികം റേറ്റും ഇല്ല, നല്ല മോഡൽ കുർത്തകളുണ്ട് ആണുങ്ങൾക്ക് പറ്റി. ഇങ്ങനെ ഈ മറ്റേ ചൈനീസ് കോളറാണല്ലോ, അപ്പോൾ ഈ കോളറിൻ്റെ ചുറ്റും ഇങ്ങനെ കുഞ്ഞിതായിട്ട് എംബ്രോയിഡറി വർക്ക് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരയ്ക്കല്ലോ ഉള്ളൂ, അതിന് ചുറ്റും ഇങ്ങനെ എംബ്രോയിഡറി വന്നിട്ട് നല്ല ക്ലാസ് ലുക്കുള്ള നല്ല കളറുകളും ഉണ്ടായിരുന്നു. പിന്നെ എടുക്കൽ കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ എടുത്തില്ല. അല്ലൻ ചേട്ടൻ 2 എടുത്തു. പ്രേക്ഷകരുടെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് അല്ലൻ ചേട്ടൻ കുർത്ത എടുക്കാൻ സമ്മതിച്ചു. ഒരെണ്ണം കൊണ്ട് പോയിട്ടുണ്ട്. സുമം തുണിയെടുപ്പ് മഹോത്സവം പൊളിച്ചു. രാവിലെ തന്നെ കുറേ ചിരിച്ചു. മനസ്സൊക്കെ ഒന്ന് ഫ്രഷായി. മതി, ഞങ്ങൾക്ക് അത്ര തന്നെയുള്ള. നിങ്ങൾ കുറേ ചിരിക്കണം, കുറേ സന്തോഷിക്കണം. നമുക്കതറിഞ്ഞാൽ നമ്മളും ഹാപ്പി. അതായത് നമ്മളൊരു തുണി എടുക്കാൻ, ഒരു ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് ഇത്രയ്ക്കധികം തമാശ ഉണ്ടാവുന്നില്ല. ഡ്രസ്സ് എടുക്കാൻ പോയി തമാശകൾ ഉണ്ടാവുമോ, അല്ലെങ്കിൽ ആളുകൾ ചിരിപ്പിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാവുമോ? ഇപ്പൊ വിഷമാവാ. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി എന്ത് കാണിച്ച് ചിരിപ്പിക്കുന്നു. എടുക്കലൊക്കെ കഴിഞ്ഞില്ലേ. സമദ് മുഹമ്മദ്, ഈ കല്യാണം എത്രയും പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. വേറെ ഒന്നുമല്ല, ഇതും കൂടിയും കൂട്ടി കല്യാണം ഒരുക്കെന്നും പറഞ്ഞ 36ാമത്തെ വീഡിയോ ആണ് കാണുന്നത്. 36 ഭംഗിക്ക് പറഞ്ഞാണ് കിടന്നോട്ടെ തള്ളി. ഞങ്ങള് പറയാം 56, അങ്ങനെ ഞങ്ങള് പറയാം തൃശ്ശൂർക്കാര്. ഇതിപ്പോ 56ാമത്തെ വട്ടായാലോ പറയണം. അങ്ങനെ
സമത എവിടെയുള്ള ആളാണോ അറിയില്ല. ശാന്തിനി കലേശൻ. എൻ്റെ പൊന്നോ ചിരിച്ചിരിച്ചൊരു പാകമായി. നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ എല്ലാ ടെൻഷനും മാറും കേട്ടോ. അതുപോലെ രോഷ്നി സി ആൻ്റണി. അനിലും ചേട്ടന് കുർത്ത നല്ല ഭംഗിയുണ്ട്, കല്യാണത്തിന് നന്നായിരിക്കും. അങ്ങനെ കുറേ പേരങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ദീപ ലാലു. ഇന്നും നിങ്ങൾക്ക് ഗുഡ് മോർണിംഗ് പറയാൻ കഴിഞ്ഞില്ല. 2 ആഴ്ചയായിട്ട് ഞാൻ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നതിനാൽ നിങ്ങളുടെ വീഡിയോ കാണാൻ കഴിയാതെ പോകുന്നു. അമ്മയ്ക്കൊരു ഓപ്പറേഷൻ ഉണ്ട്, അത് ചെയ്യാൻ കഴിയുമെന്നോ അറിയില്ല. നിങ്ങളുടെ പ്രാർത്ഥന എൻ്റെ അമ്മയ്ക്ക് ഉണ്ടാകണേ. ഏത് ഡ്രസ്സ് ഇട്ടാലും നിങ്ങൾക്ക് സൂപ്പറാണ്. തീർച്ചയായിട്ടും ഭേദാവട്ടെ. നമ്മളും ഇത് കാണുന്നവരും ഒക്കെ പ്രാർത്ഥിക്കും കേട്ടോ. ദീപാലാലുവിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വേഗം സുഖമാവട്ടെ, ഓപ്പറേഷനൊക്കെ ചെയ്ത് അസുഖമൊക്കെ മാറട്ടെ. പുഷ്പ രാമചന്ദ്രൻ. ഇനി കല്യാണത്തിന് പങ്കെടുക്കുമ്പോൾ അജു ടീഷർട്ട് ധരിച്ചു വന്നാൽ ഞാൻ നിങ്ങളുടെ വീഡിയോസ് കാണില്ല. പ്ലീസ് ഇനിയെങ്കിലും ഒരു ഷർട്ടോ കുർത്തയോ ഇട്ടൊന്ന് കാണട്ടെ. അജു ഹാൻസം ആണ്, പിന്നെ നല്ല വേഷിട്ടൂടെ. മുണ്ടും നല്ല വിധത്തിൽ ഉടുത്തു തരുവാൻ ആരുടെയെങ്കിലും സഹായം ചോദിക്കുക. ജഗ്ഗു ബർമുടയിട്ട് പോകാതിരുന്നാൽ മതി. സരിത എപ്പോഴും സുന്ദരിയായിട്ടും നല്ല ഡ്രസ്സും സാരിയും എല്ലാം കൊണ്ടും വളരെ സന്തോഷമാണ്. കാണുമ്പോൾ നിരാശപ്പെടുത്തരുത് പ്ലീസ്. മാറ്റിപ്പിടിക്കും നമ്മൾ. വരും, വീഡിയോ വരും. അൽഫോൻസ പോൾസൺ. ഈ എപ്പിസോഡ് സൂപ്പറായിട്ടുണ്ട്. മനസ്സ് ഒരു സുഖമില്ലാതെ ബെഡിൽ വന്ന് കിടന്നതാ. അജുവിൻ്റെ അനിലേട്ടൻ്റെ സംസാരവും സരിതയുടെയും ചേച്ചിയുടെയും ചിരിയും കണ്ട് ഞാനും ചിരിച്ചു തോറ്റു. മനസ്സ് ക്ലിയറായി. സന്തോഷം. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കും വിഷമങ്ങളുണ്ട്. നമ്മളും മനുഷ്യരാണ്, നമ്മളും പല പല പ്രശ്നങ്ങളിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കും കുറെ മൂഡ് ഓഫും കുറെ ടെൻഷനും കുറെ നെഗറ്റീവും ഒക്കെ വരും. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കമൻസ് കാണുമ്പോൾ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് കുറെ പേർക്ക് സന്തോഷമായി കേൾക്കുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ നമ്മളും മറക്കും അല്ലേ. അതെ. അനില കുമാരി. ഞാൻ കമൻ്റ് ഇടാൻ മറന്നുപോയി. നല്ല വീഡിയോ ആയിരുന്നു, നല്ല രസമായിരുന്നു. ചിരിച്ച് കമൻറ്റ് വരെ ഇടാൻ മറന്നു. ശിവദാസ് അമ്പലപ്പാട്ട്. കല്യാണ വസ്ത്രങ്ങൾ എടുക്കുന്ന ഈ എപ്പിസോഡ് കണ്ടിട്ട് ചിരിച്ച് മണ്ണ് കപ്പി. അനിലേട്ടൻ കൂർത്ത ഇട്ട് വന്നപ്പോൾ ഭയങ്കര രസമായിരുന്നു. കസവുമുണ്ട് കൂടി ഉടുത്തു വന്നാൽ അടിപൊളിയായിരുന്നു. പക്ഷേ അനിലേട്ടന് സ്വയം വിലയിരുത്തി കോമാളിയായിരുന്ന ഒരു തോന്നൽ. മുണ്ടുടുക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ മുണ്ട് ഊരി കൊടുക്കേണ്ടി വരുമോ എന്ന് പറഞ്ഞപ്പോൾ സരിതയ്ക്ക് ചിരി അടക്കാൻ പറ്റിയില്ല. മേച്ചേരി കട സൂപ്പറാട്ടോ. അതന്നെ. ഇനി സുജാത അനിൽ. ഇത്രയും രസമുള്ളൊരു വീഡിയോ, തുടക്കം മുതൽ അവസാനം വരെ ചിരിച്ചൊരു വീഡിയോ. കമൻറ്റ്സ് ചെയ്യാനാണെങ്കിൽ ഓരോ സീൻസും വേണം. അത്ര രസമുള്ള വീഡിയോ. ചാർലി ചാപ്ലിൻ്റെ ഒരു സിനിമ കണ്ടതുപോലെ. കളിയാക്കിയതല്ല കേട്ടോ. അത്ര മനോഹരമായിരുന്നു നിങ്ങളുടെ പർച്ചേസ്. എല്ലാ വേദനകളും മാറ്റാൻ കഴിയുന്ന മരുന്നാണ് ഇന്നത്തെ നിങ്ങളുടെ വീഡിയോ. ഒരുപാട് ഇഷ്ടമാണ് നിങ്ങൾ ഓരോരുത്തരെയും. കമന്റുകളുടെ ഒരു ഇത് കേട്ടോ, നമുക്ക് കോരിത്തരിക്കുക. വീണ്ടും പറയാ. എന്ത് രസം കേൾക്കാനായിട്ട്. അടുത്തത് ആര്യ. ആ സെയിൽസ് വുമണിൻ്റെ ഡയലോഗ് നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. ഈവൻ കാർ ഷോറൂമിൽ പോലും ആ ഡയലോഗ് യൂസ് ചെയ്യാറുണ്ട്. റീസെൻ്റ്ലി വീഗാർഡിൻ്റെ ഓണർ ഇങ്ങനൊരു കഥ പറഞ്ഞിട്ടുണ്ട്. പുള്ളി മുണ്ടൊക്കെ കൊടുത്തൊരു പ്രീമിയം കാർ ബ്രാൻഡ് ഷോറൂമിൽ എത്തി. അവിടുത്തെ സെയിൽസ്മാൻ പറഞ്ഞു, നിങ്ങൾക്കിതൊന്നും മേടിക്കാൻ പറ്റില്ല, ഇതെല്ലാം എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞു. ഈഗോ ഹേർട്ടായ പുള്ളി അവിടെയുള്ള മുന്തി ഇനം തന്നെ വീട്ടിലെത്തിച്ചു. പിന്നീടാണ് പുള്ളി ചിന്തിക്കുന്നത് തന്നെ ഇത്രയും വില കൊടുത്ത് ഈ വണ്ടി വാങ്ങേണ്ടിയിരുന്നില്ല എന്ന്. അതുപോലെ നിങ്ങളുടെ ചെറുട്ടൻ ആ കട മുഴുവൻ വാങ്ങി വന്നോ? ഓ അങ്ങനെ അല്ലേ, സൈക്കോളജിക്കൽ മൂവ് നമ്മളെ കൊണ്ട് അങ്ങനെ ദർശിപ്പിക്കാൻ. വില കൂടിയ സാധനങ്ങൾ വാങ്ങിപ്പിക്കാനുള്ള തന്ത്രം. അപ്പോൾ നമ്മുടെ ആ വീഡിയോയിൽ ഈ മാൻ ഷെയർ കഥ കേട്ടിട്ട് അമ്മിണി ചേച്ചി എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി ഉണ്ട് US-ത്തെ, നമ്മളുടെ സബ്സ്ക്രൈബർ. ആ ചേച്ചി എനിക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ മെസ്സേജുകൾ ഇടാറുണ്ട് കേട്ടോ. ആ ചേച്ചിയുടെ സംസാരം കേൾക്കാൻ ഭയങ്കര സരിതേ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് അയ്യോ ഈശ്വരാദേവി നിങ്ങളെ രക്ഷിക്കട്ടെ, നിങ്ങളെ രക്ഷിക്കട്ടെ, രാജുവിനോടും ജഗ്ഗുവിനോടും അങ്ങനെ പറഞ്ഞിട്ട് ആളിങ്ങനെ തളർന്ന ഒരു ഇതിലൂടെയാണ്. നമുക്ക് തന്നെ പാവം തോന്നും. അയ്യോ ചേച്ചി പോയി കിടന്ന് ഉറങ്ങിയൊക്കെ എണീറ്റ് ക്ഷീണമൊക്കെ മാറിയിട്ട് സംസാരിച്ചാൽ മതി എന്ന് പറയാൻ തോന്നും. പക്ഷേ ആളുടെ സംസാരമേ അങ്ങനെയാണ് ഇപ്പോഴും ഫസ്റ്റ് ഇടുമ്പോൾ. അപ്പോൾ ആ ചേച്ചി എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അവർ നാട്ടിൽ വന്ന സമയത്ത് തിരുവല്ലയിലുള്ള ആ ചേച്ചി ആവശ്യത്തിലുള്ളതാണ്. തിരുവല്ലയിലത്തെ ഒരു ഷോപ്പിലേക്ക് പോയിട്ട് ഇതുപോലെ. അപ്പോൾ ഇവർ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര കുറേ ആടയാഭരണങ്ങളൊക്കെ കുറേ ഇട്ട് ഭയങ്കര അങ്ങനെയൊന്നല്ല, ഒരു സാധാരണ ഒരു സാരി കൊടുത്തൊരു ചെറിയൊരു ചെയിനൊക്കെ ഇട്ടിട്ടാണ് കടയിൽ ചെന്നിട്ട് സാരി അവർക്കൊരു കല്യാണം വരുന്നുണ്ട്. അപ്പോൾ അവർ നല്ലൊരു സാരി എടുക്കാനാണ് ചെന്ന് ഇവരെ കണ്ട വശം പറഞ്ഞു, ഇതൊന്നും നിങ്ങൾക്ക് പറ്റിയതല്ല, ഇതൊക്കെ വളരെ എക്സ്പെൻസീവാണ്, നിങ്ങൾക്ക് പറ്റിയതൊക്കെ അവിടെയുണ്ട് വേറെ സ്ഥലത്താന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ നമ്മൾ ഇപ്പോൾ കല്യാണത്തിലായാലും നമ്മൾ എവിടെ പോയിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം ചോദിക്കും നിങ്ങളുടെ ബഡ്ജറ്റ് എത്ര വരെയുള്ള സാരി ആവാം ചോദിക്കുമ്പോൾ നമ്മൾ ഒരു 5000 താഴെ എന്ന് പറയുമ്പോൾ 5000 താഴെയാണെങ്കിൽ ഇവിടെയുണ്ട്. ഇനി 5000 തൊട്ട് 10000 വരയ്ക്കുള്ളത് മുകളിലത്തെ നിലയിലാണ്.
10,000 തൊട്ട് ഇത്ര വരെ ഇത്ര അങ്ങനെ പറഞ്ഞു തരും നമുക്ക്. അല്ലാണ്ട് നമ്മളെ കാണുമ്പോൾ തന്നെ ഇത് നിങ്ങൾക്ക് പറ്റിയ നിങ്ങൾക്ക് പറ്റിയ ഇത് അങ്ങനെ പറയുമ്പോഴാണല്ലോ. ഇപ്പോൾ ചെറിയേട്ടൻ്റെ അടുത്തായാലും അങ്ങനെയാണ് ആ സെയിൽസുകൾ പറഞ്ഞത്. ഇവിടെയൊക്കെ ബ്രാൻഡഡ് ആണ്, നിങ്ങൾക്ക് പറ്റിയതൊക്കെ മുകളിലത്തെ നിലയില, വില കുറവിൻ്റെ ഒക്കെ മുകളിലത്തെ നിലയിലാന്ന് പറഞ്ഞു. നമ്മളോട് ചോദിക്കണ തന്നെയില്ല നിങ്ങൾക്ക് എത്ര വില വരെ വേണം എന്നൊന്നും ചോദിക്കണ തന്നെയില്ല, നമ്മളെ കണ്ടിട്ട് വിലയിരുത്താണ്. അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് അങ്ങോട്ടേ അടി കിട്ടിയ പോലെ ചെയ്യുന്നു. അപ്പോൾ ഇവരാണെങ്കിൽ വില കൂടി എടുക്കാൻ ചെന്നതും അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഒന്നും മിണ്ടാണ്ട് ആ കടയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. എന്നിട്ട് വേറെ കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടാവും അങ്ങനെ. അപ്പോൾ ഈ കാര്യം ഒന്ന് വീഡിയോയിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ആ ചേച്ചി ഷോപ്പിൻ്റെ പേര് പറഞ്ഞിരുന്നു, അത് പിന്നെ നമ്മൾ പറയണില്ല. ഷോപ്പ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ ഏതാ വി ഗാർഡൻ്റെ ഓണർ എന്ന് പറയുമ്പോൾ കൊച്ചു ചിറ്റിലപ്പള്ളിയല്ലേ, ആൾ വളരെ ഫേമസ് ആണ്, ആളറിയാത്തവരുണ്ടാവൂ. അപ്പോൾ കരുതി കൂട്ടിയിട്ട് ആളെ കൊണ്ട് വലുത് എടുപ്പിക്കാൻ പിന്നെ സെയിൽസ്മാൻ പറഞ്ഞതായിരിക്കാം ചിലപ്പോൾ. കഥ പറഞ്ഞല്ല പറയുന്നത്, അല്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിന്നല്ല പറയുന്നത്, വളരെ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പുള്ളതാവും. ഇപ്പോഴാണ് ഇപ്പോൾ ആളറിയില്ല, ആളറിയാതെ അപ്പൊ ആള് സ്റ്റാർട്ടിങ്ങിലേക്ക് ആവും ചിലപ്പോ. അത് പുരോഗമനം വരുന്ന ടൈമിൽ അംബാസഡർ കാർ വാങ്ങിക്കാൻ ആള് മുണ്ട് കൊടുത്തിട്ടാണ് ചിലപ്പോ കള്ളിമുണ്ട് കൊടുത്ത് പോയിണ്ടാവും. പക്ഷെ വേറെ കാര്യം അല്ല, വേറെ കാര്യമുണ്ട് നമ്മള് വെറുതെ ചർച്ച ചെയ്യുന്നേട്ടാ. അതായത് ആള് ഫേമസ് ആവണതിന് മുമ്പാണെങ്കിൽ ഉള്ള കാർ എടുക്കാനിൽ നിന്ന് പോയിന്നല്ലേ പറഞ്ഞത്. അംബാസഡർ, ഫിയറ്റ്, മാരുതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫേമസ് ആയതിനു ശേഷം കണ്ടമാനത്തില്ല. അപ്പൊ ഫേമസ് ആണെങ്കിൽ ആളറിയില്ലോ. അപ്പൊ എങ്ങനെയാണ്? അതാണ് പറഞ്ഞേ, ആള് ഫേമസ് ആണ്, ആള് നല്ല പൈസക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ സെയിൽസ്മാൻ ഒരു കളി കളിച്ചതാന്ന്. മനസ്സിലായ? നിങ്ങൾക്ക് എന്തിട്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഇതൊന്നും മേടിക്കാൻ, അതായത് പോയിട്ടുള്ളത് പ്രീമിയം കാർ ബ്രാൻഡാണ്. പ്രീമിയം കാർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വല്ല ബെൻസോ അതുപോലത്തെ ഏതെങ്കിലും ആവാം, BMW അങ്ങനത്തെ ഷോറൂമിലേക്കാണ് പോയേക്കണേ, മാരുതി സുസുക്കി പോലത്തെ അല്ല. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് ചെന്നപ്പോൾ അയാൾ പറഞ്ഞു, ഇയാളെ കണ്ടപ്പോഴേക്കും പറഞ്ഞു, നിങ്ങളെ കൊണ്ടൊന്നും ഇവിടെയുള്ള ഈ കാറുകളൊന്നും വാങ്ങിക്കാൻ പറ്റില്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും കമ്പനിയുടെ വില കുറവിൻ്റെ പൊക്കോന്ന് പറഞ്ഞപ്പോൾ ആള് അവിടെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഏറ്റവും വില കൂടുതലിനെ ബുക്ക് ചെയ്തു. അപ്പൊ അങ്ങനെ ആവാലോ, അങ്ങനെ ആവാം. പിന്നെ വീട്ടിൽ വന്നപ്പോ ആലോചിച്ചു, ചെറിയേട്ടൻ അങ്ങനെ ഇത് കട മുഴുവൻ വാങ്ങിക്കാൻ ഒരു സാധ്യതയില്ല കേട്ടാ. ചെറിയേട്ടൻ ആവശ്യമുള്ളത് എടുത്തിട്ട് പോരും. പിന്നെ ചെറിയേട്ടൻ ഇപ്പം മാൻ ഷെയറിൽ തന്നെ എപ്പോഴും എടുക്കണമെന്നില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ആണുങ്ങളുടെ മെൻസ് വെയറിൻ്റെ ഷോപ്പുകൾ ഉണ്ടാവില്ലേ, ചെറിയ ചെറിയ റൗണ്ടിലൊക്കെ ഓരോ ഷോപ്പുകൾ, ആ ഷോപ്പ് ഇപ്പോൾ ഞാനും അങ്ങനെ മുന്നൊക്കെ എടുക്കാറ്, ഓൺലൈനിൽ വാങ്ങിക്കണേൽ മുന്നേ. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ കാണില്ലേ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ ഡിസ്പ്ലേ ചിലത് ഇങ്ങനെ കാണുമ്പോൾ ഇത് നമുക്ക് ഭംഗിയുണ്ടാവും തോന്നും. അപ്പോൾ അത് ചെറിയിട്ട് അവിടെ തന്നെ വണ്ടി നിർത്തി കയറുക, അത് മാത്രം വാങ്ങിക്കുക. അല്ലാണ്ട് നമ്മൾ പെണ്ണുങ്ങളാണ് ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടോ, ഈ ഡിസൈൻ മറ്റേലുണ്ടോ, അങ്ങനെ ഇങ്ങനെ ചോദിച്ചോണ്ട് അതൊന്നുമില്ല, ആ സാധനം എടുത്തുകൊണ്ട് പോരും. അങ്ങനെ ചെറിയേട്ടൻ ചെയ്യുള്ളൂ, വേറെ ഒരെണ്ണം ഉള്ളിൽ കയറിയിട്ട് വേറെ എടുക്കില്ല. ജെമിനി അച്ചു, സരിതക്കുട്ടിയ ജുബ്രോ ജഗ്ഗു, നിങ്ങളുടെ വീഡിയോ ചിരിച്ചുകൊണ്ട് മാത്രമേ കാണാൻ സാധിക്കൂ. ഈ ഡ്രസ്സ് എടുക്കൽ വല്ലാത്തൊരു പരിപാടിയാണ്, ആണുങ്ങൾക്ക് ക്ഷമയില്ല. എന്തായാലും ഞാൻ ഒത്തിരി ചിരിച്ചു, നല്ല ഏട്ടൻ സൂപ്പറാണ്. അടുത്ത് സന്ധ്യ ബിജു, എനിക്ക് നേരത്തെ സരിത അത്ര ഇഷ്ടമല്ലായിരുന്നു, കാരണം ചേട്ടനെ കളിയാക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ മനസ്സിലായി ഇതാണ് റിയൽ എന്ന്, നിങ്ങളിങ്ങനെയാണെന്ന്. ചിലരുടെ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഓവർ സ്നേഹം കാണിക്കും, അത് ക്യാമറയുടെ മുന്നിലാണെന്ന്. പല കാര്യത്തിലും സരിത നാച്ചുറലാണ്. ചേട്ടനും എനിക്ക് ചാർലിയെ വലിയ ഇഷ്ടമാണ്, കാണാൻ എന്ത് ക്യൂട്ടാണ്, ഓമനിക്കാൻ തോന്നും. പേളിയെ ഇഷ്ടമല്ല. സരിത മുഖത്തോ ഈ കാര്യം പറയും, ഉള്ള കാര്യം പറയും. അതുകൊണ്ടാണ് ചിലപ്പോൾ തുടക്കക്കാർക്ക് ഇഷ്ടമല്ല. മറ്റേ നമ്മുടെ കഥാനായകൻ എന്ന് പറഞ്ഞ സിനിമയിൽ മറ്റേ ഈ ജയറാമിൻ്റെ അച്ഛൻ മറ്റുള്ളവരോട് പറയുന്നുണ്ട്, അതായത് ഒരു കൂട്ടുകുടുംബമാണ്. ജയറാമിനെ അവിടെയുള്ള ജയറാം അവിടുത്തെ കാര്യസ്ഥനായിട്ട് വരുന്നതാണ്, കണക്കെഴുത്തുകാരനായിട്ട് വരുമ്പോൾ ജയറാം ഭയങ്കര കഴിവുള്ള ആളാണ്, കുറേ കാര്യങ്ങളിൽ കഴിവുണ്ട്. പക്ഷേ ജയറാമിനെ ആർക്കും ഇഷ്ടമല്ല, ജയറാമിനെ പുറത്താക്കണമെന്ന് പറയുന്നത് ദിവ്യോണിയും എല്ലാ ടീമുകളും ഒക്കെ ആൾക്കും പറയുന്നത്. പക്ഷേ അപ്പോൾ ആൾ പറയുന്നുണ്ട്, എന്താ പറയുക, അത് ഇങ്ങനെ ദിവ്യോണി ഒന്നും പറഞ്ഞല്ല, അയാൾ പുറത്താക്കുക. അപ്പം എന്തിന്, അയാൾ ഇവിടെ ആർക്കും ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അതാണ് വിദ്വാന്റെ ലക്ഷണം. അതാണോ പറഞ്ഞു തരുന്നത്? അതായത് നിന്നെ ആദ്യം ഇഷ്ടമാവില്ല, പക്ഷെ പിന്നെ അവസാനം ഇഷ്ടമാവണം. വേണ്ട ആര്, ദിവ്യോണിക്കും ഇവർക്കൊക്കെ ഇഷ്ടമായി, അറിയുന്നവർക്ക് ഇഷ്ടാവും. സഫ്വാന, ഫോൺ എടുത്ത് യൂട്യൂബ് തുറന്നാൽ ആദ്യം കാണുന്ന വീഡിയോ നിങ്ങളുടേതാണ്. കൃഷിയിടവും പാചകവും ചേട്ടന്മാരെ കൃഷികളും കാണാൻ നല്ല രസമാണ്. പിന്നെ ചേട്ടൻ്റെ ഓരോ പൊട്ടത്തരങ്ങൾ തമാശകൾ കേൾക്കാൻ ഇഷ്ടമാണ്. മാനിയ മധുര കരിമ്പേ പാട്ട് സൂപ്പറായി. ചേച്ചിയുടെ ആ നടത്തം പൊളിച്ചു. ആ ഭാഗം ഒരു ഷോർട്സ് ആയിട്ട് ഇടണം, ഒരു പ്രത്യേക രസമുണ്ട് അതിന്. ചിരിക്കാണ്ട് പാടുണ്ടായിരുന്നില്ലേ? ചിരിക്കുമ്പോഴേ നമ്മൾ ചിരിച്ചിട്ട് പാടുമ്പോൾ ഒരു വിറയൽ വരുമല്ലോ. രഞ്ജിനി, നാണം എന്തേ ചൊല്ല് നാവിറങ്ങിപ്പോയോ എന്ന ഭാഗം പാടിയപ്പോൾ സരിതച്ചിയുടെ ചിരി സൂപ്പർ, എനിക്കും ചിരി വന്നു അന്നേരം.
രാഗി സജി, അജുവേട്ടാ പാട്ട് അടിപൊളി. ചേച്ചിയെ നോക്കി പാടുമ്പോൾ ചേച്ചിയുടെ തിരിഞ്ഞുള്ള നോട്ടം ഭയങ്കര ഭംഗിയായിരുന്നു അത് കാണാൻ. താങ്ക് യു. കലാം അജുവേട്ടൻ പാടുമ്പോൾ സരിതയുടെ തിരിഞ്ഞു നോട്ടവും നാണം കൊണ്ടുള്ള ചിരിയും സൂപ്പർ പൊളിച്ചു. എന്ത് ഭംഗിയാണ് നിങ്ങളുടെ റൊമാൻസ് കാണാൻ. അത് റൊമാൻസ് ഒന്നുമില്ല, അത് ഞാനേ ചേട്ടതേ എപ്പോഴെങ്കിലും ഇങ്ങനെ അഭിനയിച്ച് അത് ബാക്കിൽ നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്ത് പാവാട വെച്ചിട്ട് അതിൽ ഗാർഡനിൽ പൂർണിമ ജയറാമിന്റെ പിന്നിൽ കൂടെ ഒക്കെ ഓടി നടന്ന് ഡാൻസ് കളിച്ചിട്ടാണ്. അപ്പൊ ഒരു ഷോർട്സ് ഒക്കെ ആയിട്ട് അത് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇവിടെ നിന്നിട്ട് പെട്ടെന്ന് ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ ഈ പാട്ട് പാടണം. അപ്പൊ ഞാൻ തിരിഞ്ഞു ചെയ്തത് രണ്ടുപേര് പാടി നിർത്തുന്ന വിചാരിച്ചു. പക്ഷെ അത് മുഴുവൻ പാടിയാള് അതിന് ഞാൻ തിരിഞ്ഞു നോക്കിയത് ഇതിപ്പോ ഒരു വരി പാടി നിർത്താൻ പോവാവും എന്ന് വിചാരിച്ചിട്ട് ഇത് എന്തപ്പോ സംഭവം നല്ല വിചാരിച്ചിട്ട്. അലീക്ക മലപ്പുറത്തിന്റെ എടുത്തിട്ടുണ്ടാ? അല്ല ഒന്നും പ്രത്യേകിച്ച് അതിലൊന്നും ഉണ്ടാവില്ല. ആളുടെ പേരൊന്നും പറഞ്ഞാലും മതിയോ ആൾക്ക്. ലച്ചൂസ് ക്രിയേഷൻ കമന്റ് ഇട്ടിട്ട് കുറേ ദിവസമായി, ഇന്നിട്ടില്ലെങ്കിൽ നഷ്ടമാണ്. പാട്ട് സൂപ്പർ, സരിതയുടെ നടത്തം പൊളി, പിന്നെ പാചകം പറയാനില്ല. കുറേ കമന്റുകളുണ്ട്. സരിതയുടെ ആ പാട്ടും സരിതര അതോടൊപ്പമുള്ള നടത്തല് ഭയങ്കര രസമായിരുന്നു. കുറേ കമന്റുകളുണ്ട്. ശ്രീദേവി സുരേഷ്, ഹായ് അജുവേട്ട, സരിതക്കുട്ടി, ജഗ്ഗൂട്ട. ചെമ്മീൻ കറി കാട്ടി കൊതിപ്പിക്കല്ലേ. ചെമ്മീൻ ഏതിലിട്ട് കറി വെച്ചാലും നല്ല ടേസ്റ്റാണ്. ഉള്ളിത്തണ്ടിലും കുറച്ചിടാമായിരുന്നു. ചേട്ടൻ്റെ പാട്ട് നല്ലായിരുന്നു. പക്ഷേ എനിക്ക് വേറൊരു പാട്ടാണ് അനുയോജ്യമായി തോന്നിയത്. നളദമയന്തി കഥയിലെ അരയന്നം പോലെ കുണുങ്ങി കുണുങ്ങി പോകും പെണ്ണെ പൂമിഴിയാളെ. ആ പാട്ടാണ് അവിടെ നിന്ന് വെച്ചത്. നളദമയന്തി കഥയിലെ അരയന്നം പോലെ കുണുങ്ങി കുണുങ്ങി പോകും പെണ്ണെ പൂമിഴിയാളെ മലർമിഴിയാളെ. ഒരു മണിമണ്ഡപത്തിൽ ഒരു ശുഭമുഹൂർത്തത്തിൽ നവയുവ ദമ്പതികൾ ഞാനും നീയും. അതൊരു ദിവസം പാടാം. അതേപോലെ അത് ഭയങ്കര രസം. അത് മധു ജയഭാരതിയുടെ പിന്നെ കൂടെ നടന്നത്. ജയഭാരതി അതിനനുസരിച്ച് ഇങ്ങനെ നടക്കണത് ഒക്കെ ഭയങ്കര രസമല്ലേ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാട്ട് റബുഡിരാമു അങ്ങനത്തെ ഒരു പടം കുറെ കൊല്ലങ്ങൾക്ക് അതവര് ഇതിനു വേണ്ടി നടക്കണതാവൂല്ലേ? അങ്ങനെ സംവിധായകർ പറയും അങ്ങനെ നടക്കാൻ പറഞ്ഞിട്ട്. കാരണം സാധാരണ അങ്ങനെ കുണിങ്ങി കുണിങ്ങി നടക്കുന്നത് കാണാനില്ല. അല്ല നമ്മള് നോർമലായിട്ട് നടക്കുമ്പോ നമ്മള് അങ്ങനെ നടക്കണവരുണ്ട്. ആ പാട്ടിന് അനുയോജ്യമാണ് കേട്ടോ അത് നടത്താമത്. നല്ല പാട്ടത്. അതാണ് ശരിക്കും വേണ്ടിയിരുന്നത് അല്ലേ? അതാണ് വേണ്ടിയിരുന്നത് എന്നാണ് നമ്മുടെ ശ്രീദേവി ചേച്ചി പറയണത്. അപ്പൊ ഞാൻ അങ്ങനെ നടക്കണ്ടേ? ജയഭാരതിയുടെ പോലെ എന്നെ കൊണ്ടൊന്നും അത്രയ്ക്ക് നടക്കണ്ട. എന്നാലും ഒരു അനക്കത്തിൽ ഇങ്ങനെയായിട്ട് പോവാം. ഇതിങ്ങനെ ഒരു പുഴു ഇങ്ങനെയായിട്ട് വളഞ്ഞു അവിടെ തൊട്ട് നല്ല രസവരികളല്ലേ. സുഗന്ധി PS, അജുചേട്ടൻ പാട്ട് പാടിയപ്പോൾ സരിതയുടെ എക്സ്പ്രഷൻ സിനിമയിൽ കാണുന്ന പോലെ തന്നെ തോന്നി. അയ്യോ ഒരുപാട് ഇഷ്ടമായി നിങ്ങളുടെ ആ സീൻ കണ്ടപ്പോൾ. നമ്മളുടെ ഭാഗല്ലേ. പിന്നെ ഇതുകൊണ്ടല്ല, അത് നീയല്ലാത്ത രീതിയിൽ ഞാൻ വേറെ ആളായിട്ട് നിന്നെ സങ്കല്പിച്ചിട്ട് അത് ഞാനല്ലാണ്ട് വേറെ ആരെ സങ്കല്പിച്ചു? അല്ല, നമ്മൾ രണ്ടുപേരും, ഞാനും അല്ല പാടുന്നത്, നീയല്ല അഭിനയിക്കുന്നത്, വേറെ ആരോ ആണെന്നുള്ള സങ്കല്പം ഇതില് ഞാൻ ആ ഇതില് സ്ക്രീനിൽ നോക്കി കണ്ടു. ഭയങ്കര രസമാണപ്പോ. നമ്മള് നമ്മളെ പൊക്കി പറയില്ല. ഞാനും അല്ല ചേട്ടനും അല്ല. അപ്പൊ ഓക്കെ, എന്റെ സ്ഥാനത്ത് വേറെ ആളെ സങ്കല്പിച്ചു എന്നാണ് ആദ്യം പറയാൻ വന്നത്. ജീവനിൽ കൊതി ഉള്ളത് കൊണ്ട് ചേട്ടൻ അത് ഒറ്റയടിക്ക് മാറ്റി വിദഗ്ധമായിട്ട് തലയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എന്താണ് വായിൽ വന്നതെന്ന് വെച്ചാൽ അതാണ് ഞാൻ പറയാം. അതുകൊണ്ടാണ് തെറ്റ് വരുന്നത്. അതെ, ചേട്ടന്റെ തലച്ചോറിപ്പ് അങ്ങനെ പറയാൻ പറഞ്ഞു, അതുകൊണ്ടാണ് കേട്ടോ പാവം. രഞ്ജിത്ത് മേനോൻ, ഹായ് അജു, നമസ്കാരം. നമസ്കാരം. തുടക്കത്തിൽ ദൂരെ നിന്ന് നടന്നു വരുന്ന ഷോട്ട് അടിപൊളിയായി. സരിത മുറം പിടിച്ച് വരുന്നത് സോറി ചേട്ടാ, ഉടുപ്പിട്ട പഴയ ആ ഉടുപ്പിട്ട മാത്രം മംഗ്ലീഷിലാണ് എടുക്കണം, ബാക്കി മലയാളം. അപ്പൊ ഞാൻ ഉട്ടോപ്പിയ എന്ന് വായിച്ചതാട്ടാ, സോറി. ഉടുപ്പിട്ട പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന റഷ്യക്കാരിയെ പോലെ. പിന്നെ ചാർലിക്ക് കൂട്ടായി വേറൊരു പേളിയെ കൊണ്ടുവന്ന് കൊടുക്കണം അജു. വീഡിയോ നന്നായിട്ടുണ്ട്. ജഗ്ഗുവിൻ്റെ ക്ലാസ്സിലത്തെ കുട്ടീരെ അവിടെ എൻ്റെ ഈ മുതഴിയുണ്ട്, മറ്റെന്തിട്ടാണ് ഒരു 3 പട്ടിക്കുട്ടികളുണ്ടെന്ന് പറഞ്ഞിട്ട് ജഗ്ഗു ട്യൂഷൻ കഴിഞ്ഞ് നേരം നോക്കാൻ പോയിണ്ടായിരുന്നു കുട്ടികളെ. അവിടെ നിന്ന് എടുത്തോണ്ടിരാന്ന് പറഞ്ഞിട്ട്. അല്ല, ചാർലിക്ക് കൂട്ടിനെ വേറെ ചാർലിക്ക് ചില സമയത്ത് കരയണ സൗണ്ട് കേൾക്കാം. അപ്പം പാവം തോന്നും. നമ്മൾ കുട്ടികൾ കരയില്ലേ, ഇതന്നെ ഈ ടൂളില്. അപ്പം നമ്മളിത് എവിടെ നിന്ന് സൗണ്ട് കേൾക്കാൻ നോക്കുമ്പോൾ ചാർലിയാ. അവളിപ്പോൾ അംബ്രോസിൻ്റെ കൂടെ നടക്കണേ. അപ്പം എന്നെ വിട്ടിട്ട് അവളൊരു കിളവൻ്റെ കൂടെ കിളവൻ. ശശികുമാർ, നിങ്ങളുടെ വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടം, എല്ലാവരെയും ഇഷ്ടം.
പരമേ മസ്റ്റായി കാണിക്കണം. പറമ്പ് എന്നാവോ? പറമ്പ് മസ്റ്റായിട്ട് കാണിക്കണം. കുക്കിംഗ് അജുവേട്ടൻ്റെ തമാശ, സരിത മോൻ ഒക്കെ കാണണം. ഞാൻ ബഹ്റൈനിൽ താമസിക്കുന്നു വിത്ത് ഫാമിലി. സന്തോഷം എല്ലാം കാണിക്കുന്നുണ്ടല്ലോ. ലീന രാധാകൃഷ്ണൻ, അജുവിന് പണ്ട് പഞ്ചാര പഠിച്ചതൊക്കെ ഓർമ്മ വന്നതായിരിക്കും അല്ലേ പാട്ട് കലക്കി? അതന്നെയായിരിക്കും, മിക്കവാറും അതന്നെയായിരിക്കും. രശ്മി സുരേഷ്, ഞാൻ അജുവേട്ടൻ്റെ വീഡിയോ കണ്ടുകൊണ്ടാണ് എന്നും രാവിലെ ഭക്ഷണം കഴിക്കുന്നത്. അജുവേട്ടൻ്റെ കുടിലെ പാചകം കാണാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇന്ന് അതുകൊണ്ട് ഹാപ്പി. പാട്ട് കലക്കി അജുവേട്ട, സരിതേച്ചി, ജഗ്ഗു, അനിലേട്ടൻ, ചേച്ചി, ചെറിയേട്ടൻ എല്ലാവരെയും ഒരുപാട് ഇഷ്ടം. നമ്മളെ കുടിലിൽ പാചകം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം സമയം എടുക്കും. എല്ലാ സാധനങ്ങളും അവിടെ കൊണ്ടുവന്ന് വെച്ച് പിന്നെ വിറകടുപ്പൊക്കെ കത്തിച്ചിട്ടൊക്കെ വരുമല്ലോ. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊന്ന് പറയണ പോലെ ഷോപ്പിങ്ങിന് നടക്കലോ അത് ചെയ്യലും ഇത് ചെയ്യലൊക്കെ അല്ലേ. ചിലതാണ് അതിലത്തെ വീഡിയോ ആയിട്ട് വരണുള്ളൂ, വീഡിയോ അല്ലാണ്ട് പോണതൊക്കെ വേറെ. അപ്പോൾ അത് കാരണം കുടിലിരുന്നിട്ട് പാചകം ചെയ്യാനൊന്നും ഇപ്പോൾ കുറച്ചായിട്ട് സമയം കിട്ടണില്ല. ഇനി കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയി, പിന്നെ അത് വരും. അടുത്തത് ജസ്രാന ഷഫീഖ്, അജുചേട്ടൻ്റെ പാട്ടും ചേച്ചിയുടെ നടത്തവും അടിപൊളിയായിരുന്നു. ഞാൻ വിചാരിച്ചു ചേച്ചി പാട്ടിനനുസരിച്ച് അഭിനയിച്ചതാണെന്ന്, പിന്നീട് മനസ്സിലായി അല്ലാന്ന്. എന്തായാലും സൂപ്പറായിരുന്നു. പിന്നെ ചേച്ചി തൃശ്ശൂർ ഭാഷ എന്നല്ല പറയാ, തൃശ്ശൂർ സ്ലാങ് എന്നാണ് കേട്ടോ. അതെ, തൃശ്ശൂർ സ്ലാങ് എന്ന് തന്നെയാണ് പറയാ. പക്ഷേ അതും തൃശ്ശൂർക്കാർ തൃശ്ശൂർ ഭാഷ എന്ന് പറയുള്ളൂ. ഒക്കെ സ്ലാങ് തന്നെയാണ് എല്ലാതും, കോട്ടയം സ്ലാങ് അല്ലേ, അങ്ങനെ പറയാ. പക്ഷേ നമ്മളതിനെ ഭാഷ എന്ന് പറയും, തൃശ്ശൂർ ഭാഷ എന്ന് പറയും. ഭാഷയൊക്കെ മലയാളം തന്നെയാണ്, പക്ഷേ പറയുമ്പോൾ അങ്ങനെ പറയും. തൃശ്ശൂർക്കാരെ കൊണ്ട് തോറ്റു. തൃശ്ശൂർ ഭാഷയിൽ 4 പെട പഠിച്ചേക്കടി. അതന്നെ. ദിവ്യ അനിൽ, മറ്റേ കാര്യം പറയണ അത് സിനിമ ഇറങ്ങുമ്പോൾ പറയാല്ലേ, സിനിമയിൽ ഉണ്ടെങ്കിലല്ലേ പറയണ്ടോ. ഞാൻ ഡബ് ചെയ്യാൻ പോയത്, ചിലപ്പോൾ ഇല്ലെങ്കിലോ. അടുത്തത് ദിവ്യ അനിൽ, പാട്ടടിപൊളി, സൂപ്പർ വീഡിയോ. ചാർലിയെ കണ്ടപ്പോൾ പാവം തോന്നുന്നു. അജേട്ടാ, സരിത വാലാട്ടി സിനിമ കണ്ടിരുന്നോ? ഇല്ലെങ്കിൽ ഒന്ന് കണ്ടോളൂ, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടവും. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കാണാനിരുന്നു. ചേട്ടൻ കിടന്നുറങ്ങി, ഞാനിരുന്ന് കണ്ടു. പട്ടികൾ സംസാരിക്കണത് ഉറങ്ങിപ്പോയി. അതെ, മിക്കവാറും സിനിമകൾ OTT ഇറങ്ങുമ്പോഴേ നമ്മൾ കാണൂട്ടാ. തിയേറ്ററിൽ പോയി കാണാത്ത പടമാണ് നല്ല സിനിമയാണെന്ന് അറിഞ്ഞത് ചിലപ്പോൾ നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ അയ്യോ അവിടെ നോക്കി ചേട്ടാ, അവിടെ വല്ലവരും പടക്കം പൊട്ടിച്ചിട്ടുണ്ടാവില്ലേ, വവ്വാലുകൾ കൂട്ടമായിട്ട് പറക്കുന്നു. അപ്പം ഞാൻ അപ്പം നമ്മൾ അപ്പോൾ OTT ഇറങ്ങിയ പടം ഇങ്ങനെ എന്തൊരു ചെയ്യുക, കാണാനിരിക്കും. വൈകുന്നേരം എല്ലാ പണികളും ഒക്കെ കഴിഞ്ഞിട്ടാവും കാണാനിരിക്കുക. അപ്പോൾ ഇരുന്ന് ഒരു 10 മിനിറ്റോട് കൂടി ചേട്ടാ പതുക്കെ ഇങ്ങനെ ചെരിയൂട്ടാ എൻ്റെ മടിയിൽ തല വെച്ച്. അപ്പം ഞാൻ പറയും, കിടന്ന് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോ സിനിമ കാണില്ല. ഞാൻ കാണുന്നുണ്ട് എന്ന് പറയും. എന്നിട്ട് പടമൊക്കെ കഴിയുമ്പോൾ ഞാൻ പറയും കഴിഞ്ഞു എണീറ്റോ എന്ന് പറയുമ്പോൾ എണീക്കും. എന്നിട്ട് അപ്പം ചേട്ടൻ ഏതിൻ്റെ സുഖം? അതിപ്പോൾ നേരെ വെളുക്കണ വരെ ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്, ചേട്ടൻ മടിയിൽ ഇടുന്ന് ഉറങ്ങിയോളും. അതിപ്പോൾ നമ്മൾ എപ്പോഴും കൈയോണ്ട് ഇങ്ങനെ തലയിൽ ഇങ്ങനെ ആക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ടാവുമല്ലോ. അതിപ്പോൾ ഇപ്പം മടിയിൽ ഇപ്പോൾ ചേട്ടൻ കിടക്കുമ്പോൾ എങ്ങനെയായാലും നമ്മുടെ കൈ അറിയാണ്ട് ഇങ്ങനെ തലയിൽ മസാജ് ഇങ്ങനെ ചെയ്യും. അപ്പോൾ സുഖമല്ല, അപ്പം അങ്ങനെ ഇടുന്ന് ഉറങ്ങും. ദിവ്യാനിൽ, പാട്ടടിപൊളി, സൂപ്പർ വീഡിയോ. ചാർലിയെ കണ്ടപ്പോൾ അതല്ലേ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞ. ഓക്കെ, അടുത്തത് മുഹമ്മദ് ദഹൂദ് ഞാൻ തോന്നുന്നുണ്ട് കേട്ടാ. സരിതയെ ഇങ്ങനെ വീട്ടിൽ തളച്ചിടാതെ അജുവേ, നല്ല കഴിവുള്ള കുട്ടിയാണ് സരിത. നല്ല ബിസിനസ് എന്തെങ്കിലും ചെയ്താൽ വിജയിക്കും, ഉറപ്പ്. നല്ല കഴിവുണ്ട്, കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ട്. നിങ്ങൾ സഹോദരങ്ങൾ വിചാരിച്ചാൽ നടക്കും. എൻ്റെ ദൈവമേ, ഇതേ വീഡിയോ ബിസിനസ് അല്ല, നിന്റെ ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോഴേ പറയുമ്പോഴേ അത് കുറേ വീഡിയോകൾ കണ്ടിട്ടുണ്ടാവില്ലോ. ഇപ്പോൾ നിന്നെ പറ്റി മനസ്സിലായിണ്ടല്ലോ, അതുകൊണ്ട് പറയുന്നതാണ്. അടുത്തത് ഫസീല കുഞ്ഞു മുഹമ്മദ്, സരിത അജു. അയ്യോ, ആളുടെ അടുത്ത് ഈ മുഹമ്മദ് ഇക്കയുടെ അടുത്ത്, ഇക്കയാണോ എന്ന് അറിയില്ല, അനിയനാണോ അറിയില്ല. താങ്ക്സ്. ഫസീല കുഞ്ഞു മുഹമ്മദ്, സരിത അജു പാട്ട് പാടുമ്പോൾ ആ മുറം ഒക്കെ തെച്ച് ഷീലാമ നടക്കുന്ന പോലെ ഒന്ന് നടക്കായിരുന്നു. അടുത്തത് റെജി രാജൻ, പോളിടെക്നിക്കുകാരി സരിത പറഞ്ഞത് റോങ്. മോട്ടോറിന് ബോഡി എർത്ത് ഉണ്ടെങ്കിൽ കുളത്തിലേക്ക് അടിക്കുന്ന വെള്ളത്തിലൂടെ കറണ്ട് പാസ് ചെയ്യും. അതിന് അവിടെ ഇരിക്കണ മോട്ടർ ഉണ്ടല്ലോ, ആ മോട്ടർ ഓണല്ല. നമ്മൾ അതിലേക്ക് അടിക്കണത് കുഴൽക്കിണറിലത്തെ വെള്ളമാണ്. കുഴൽക്കിണറിലത്തെ മോട്ടർ എവിടെയാണ്? കുഴൽക്കിണറിൻ്റെ ഉള്ളിലാണ് എടുക്കണേ. അവിടെ ഇരിക്കുന്ന മോട്ടർ ഏതാ? ഇതിൽ നിന്ന് വെള്ളം അടിച്ചു കളയാൻ ഉപയോഗിക്കുന്ന മോട്ടറാണ്. അത് ഓഫാ. അത് ഓണായിരിക്കുമ്പോൾ അതിൽ ഇറങ്ങാൻ ഞാൻ പറയില്ലേ, കാരണം അതിൽ നിന്ന് ചിലപ്പോൾ കറണ്ട് വരാം അല്ലേ.
അത് ഓഫായിട്ടിരിക്കണം. ഇപ്പം നീ പറഞ്ഞു കറക്റ്റായി, അല്ലെങ്കിൽ പിള്ളേച്ചൻ നോണ പറയണമെന്നാ പറയുള്ളൂ. അടുത്ത ആദർശ് പണിക്കർ. കൊള്ളാം, എത്ര മനോഹരമായാണ് ആലപ്പുഴക്കാർ തിലാപ്പിയ എന്ന് വിളിക്കുന്ന ഫ്രഷ് മീൻ ഗ്രിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അജുവേട്ടൻ പറഞ്ഞ പോലെ വരയാതിരുന്നത് ഭാഗ്യം, ഒന്നുപോലും പൊടിഞ്ഞു പോയില്ല. പിന്നെ കുളത്തിൽ നിന്ന് കയറി വന്ന ഭാവം, ഒരു മികച്ച നടൻ, അദ്ദേഹം പോലും അറിയാത്ത തന്നിലേക്ക് സന്വേഷിക്കുന്ന തനത് ഭാവം, സൂപ്പർ. ഞാൻ ആ സമയത്ത് പറഞ്ഞത് ആ സൗണ്ട് ഇട്ട് കൊടുത്തോളൂ എന്ന്. അതിങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ജഗ്ഗുവിനോട് ഞാൻ പറഞ്ഞു, അച്ഛനാ നിൽക്കണം ഒന്ന് ഷൂട്ട് ചെയ്തേന്ന്, ഇങ്ങനെ വന്ന് നിൽക്കണത്. റാംജി റാവ് സ്പീക്കിങ്ങില് നമ്മുടെ ബാത്റൂമിൽ പോയിട്ട് നമ്മുടെ സായികുമാറിന്റെ ഇന്റർവ്യൂ തെറ്റിക്കാൻ വേണ്ടിട്ട് ഇവൻ വേഗം കേറിയിരിക്കില്ല, ഓടി കക്കൂസലുള്ളിൽ മര്യാദക്ക് ഇറങ്ങടാ, എനിക്കൊരു ഇന്റർവ്യൂ ഉള്ളത്. പിന്നെ കക്കൂസലല്ലേ ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് അപ്പൊ കോരി അവന് ആവശ്യമായിട്ടിരിക്കുന്നില്ല, ആവശ്യമുള്ളതാണോ കേറി നോക്കാൻ പറയും. കയറുന്നു. അപ്പൊ ഇന്നസെന്റ് കയറി നോക്കാൻ നിങ്ങളുടെയൊക്കെ മലം പരിശോധിക്കലല്ലേ എന്റെ പണി. ആ ഭാഗം ഭയങ്കര സീൻ തന്നെയാണ്. ഇപ്പൊ കണ്ടാലും അത് നമ്മൾ ചിരിച്ചിരിച്ച് വയറാനെടുക്കുക. അപ്പൊ അല്ല, ആ സമയത്ത് ഞാൻ പറഞ്ഞു വന്നത്, ആ സമയത്ത് മത്തായിച്ചൻ നോക്കാണ്ട് പോവും. അപ്പൊ സായികുമാർ കൊണ്ടുവന്ന വെള്ളം ആ ഡോറിന്റെ ഉള്ളിൽ കൂടെ ഒഴിക്കില്ലേ അങ്ങോട്ട്, അതൊഴിക്കുമ്പോ എങ്ങനെ ഇറങ്ങി മുകേഷ് ഇങ്ങനെ ഇറങ്ങി ഒരു മ്യൂസിക് ഉണ്ട്, ആ മ്യൂസിക് അവിടെ ഇട്ടോളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഡിറ്റ് ചെയ്യുമ്പോ, പക്ഷെ ഇട്ടില്ല. റാംജി റാവ് സ്പീക്കിങ് അന്ന് ആ കൊല്ലം നല്ല പടങ്ങളൊന്നുമില്ല, അങ്ങനെ വലിയ വിജയമുള്ള പടങ്ങളൊന്നും ഇല്ല. എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണ് റാംജി റാവ് സ്പീക്കിങ് ഞാൻ കന്നഡയും കൂടിയിട്ട് പോയി കണ്ടത് രാമദാസിൽ. ഫസ്റ്റ് ദിവസം കണ്ടതാ, ആളുകൾ ചിരി 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 ചിരിച്ച്. അത് കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങളേ മുഖ്യമന്ത്രി അച്യുതമേനോണ്ട്, മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോൻ, ആളെ വീടിൻ്റെ അവിടെ വരെ പോയിട്ട് ആളെ ഓട്ടോഗ്രാഫ് വാങ്ങിച്ചു. ആള് ഇങ്ങനെ ചാരി കസേരയില്ലേ, സിനിമയായിട്ട് ബന്ധമൊന്നുമില്ല. ഞങ്ങള് അച്യുതമേനോൻ്റെ വീട് മറ്റേ ഇവിടെയാണല്ലോ, സി എച്ച് മറ്റേ നമ്മുടെ ഈ ശങ്കരയ്യ റോഡിൻ്റെ ആവശ്യത്താണ്. അപ്പൊ ഞങ്ങൾ നടന്നു പോയി രാമദാസില്. എന്നിട്ട് ഞാൻ ഇങ്ങനെ നടന്നു. ഞങ്ങൾക്ക് 16 വയസ്സാ, 17 18 വയസ്സുള്ള മുഖ്യമന്ത്രി അവിടെ. മുഖ്യമന്ത്രി അന്നാള് മുഖ്യമന്ത്രി അല്ല, ആള് മുൻ മുഖ്യമന്ത്രി. ആള് വെറുതെ വിശ്രമ ജീവിതമാണ്. അപ്പൊ ആളെ ഓട്ടോഗ്രാഫ് വാങ്ങിച്ചു, ഓട്ടോഗ്രാഫൊക്കെ പോയി. അല്ല, എനിക്ക് ഓരോ ഓർമ്മയായി. പിന്നെ സൂപ്പർ. പിന്നെ വീഡിയോയിലേക്ക് എത്തിയ വിരുന്നുകാർ എന്ന് പറയാൻ പറ്റില്ലാത്ത പ്രേമേട്ടനും റിൻഡനും പിന്നെ ആ കുട്ടിയും ഒക്കെ തന്നെ വർണ്ണമനോഹരമായ ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് നൽകി, വീഡിയോ മനോഹരമാക്കി. പിന്നെ ജഗ്ഗുവും സരിതയും പാട്ടുകാരനും കൂട്ടുകാരനും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. വീഡിയോ സംഭവബഹുലം, ഹാപ്പി, സ്നേഹം, ഇഷ്ടം. അടുത്ത വീഡിയോയ്ക്കും പാട്ടിനുമായി കാത്തിരിക്കുന്നു. സസ്നേഹം, പണിക്കർ. അപ്പോൾ പണിക്കർ ചേട്ടാ, കണ്ണിൻ്റെയൊക്കെ മാറിയോ? ഡോക്ടർ മൊബൈൽ നോക്കിക്കോളാൻ പറഞ്ഞോ? എന്നിട്ട് തന്നെയല്ലേ വീഡിയോ കണ്ടിട്ട് കമൻ്റൊക്കെ ഇടുന്നത്. അടുത്തത് NEX. ആദ്യമൊക്കെ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ്. അതെ, നമ്മൾ നേരത്തെ പറഞ്ഞ കമൻറ്റ് കഴിക്കാറുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. ഇപ്പോൾ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് കഴിക്കണേ. ന്യൂസ് പേപ്പറിൽ ഫുൾ നെഗറ്റീവ് ന്യൂസാണ്. നിങ്ങളുടെ വീഡിയോ കണ്ടാൽ ഒരു പോസിറ്റീവ് എനർജിയാണ്. അജുവേട്ട, സരിത, ജഗ്ഗു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷം. രമ്യ രതീഷ്. എൻ്റെ സരിതേച്ചി, പാവം നമ്മുടെ അജു ചേട്ടന് ജീവനിൽ കൊതിയുണ്ട്, അതൊന്ന് കയറിക്കോട്ടെ, എന്നിട്ട് വെള്ളം വിടുന്നേ. പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളത്തിന് കറണ്ട് ഷോർട്ട് ആയാലില്ലെങ്കിലും ചേട്ടനൊന്ന് കയറിക്കോട്ടെ കരയ്ക്ക്. രമ്യ രതീഷിൻ്റെ കമൻറ്റ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു. അപ്പം ഞാൻ ആ കുട്ടി എൻ്റെ കമൻറ്റ് വായിക്കുന്നുണ്ടോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് പേര് വന്നേന്ന്. അപ്പോൾ ഞാൻ വായിച്ചത് രമ്യ സതീഷ് എന്ന്. അപ്പോൾ എൻ്റെ അല്ല വേറെ ആരുടെയോ ആണ് എന്ന് വിചാരിച്ചു ഉത്തര കുട്ടി. എന്നിട്ട് കമന്റ് വായിച്ചു കേട്ടപ്പോണ്ട് ആ കുട്ടിയുടെ കമന്റാണ് ഞാൻ വായിക്കണേ. അപ്പൊ അത് ആൾ തന്നെയാന്ന് മനസ്സിലായി. പക്ഷെ രമ്യ രതീഷിന് പകരം രമ്യ സതീഷ് എന്ന് വായിച്ചതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പം ഇപ്പോൾ കറക്റ്റായിട്ട് വായിച്ചു കേട്ടോ പേര്. അടുത്തത് നിവ്യ ബെന്നി. അജു ചേട്ടാ, സരിതക്കുട്ടി, ജഗ്ഗുമോനെ, എല്ലാവർക്കും എൻ്റെ ഹായ്. ഞാൻ TV-യിലാണ് യൂട്യൂബ് കാണുന്നത്. എല്ലാ വീഡിയോയും മുടങ്ങാതെ കാണും. എല്ലാവരെയും കുറേ ഇഷ്ടം. ഞങ്ങൾ മുംബൈയിൽ സെറ്റിൽഡാണ്. സന്തോഷം. വിനോദിനി KP. ക്യാമറാമാൻ ആദ്യം കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാവരും കഴിക്കുന്നത് കണ്ട് വെള്ളം മറക്കുക, അവൻ്റെ വയറ് നിറയും. മീൻ പൊള്ളിച്ചത് സൂപ്പർ, എന്താ രുചി. കടപ്പ പെയിൻ്റ് അടിച്ച് മുഴുവനായിട്ട് കാണിക്കണേ. കാണിക്കാട്ടാ. കടപ്പ പെയിൻ്റ് അടിച്ചു. മീൻകുളത്തിൻ്റെ ഒരു മേക്ക് ഓവർ നടത്തി.
അതോ എല്ലാം കൂടിയിട്ട് അതിൻ്റെ കാണിക്കുമ്പോൾ ഇതൊക്കെ കൂടി കാണിക്കാം. മജ കുഞ്ഞിപ്പുരയിൽ ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ടും സരിതയ്ക്ക് ഒന്ന് എടുത്തു കൊടുക്കണമെന്ന് അജുവിന് തോന്നിയില്ലല്ലോ. ഭാര്യമാർക്ക് സ്വർണ്ണം എടുക്കുന്നത് ഭർത്താക്കന്മാർക്ക് അന്തസ്സ് മാത്രമല്ല, ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ സമയമായി അജു. ആഭരണം എടുക്കാൻ ചേച്ചിക്ക് ആഭരണം എടുക്കാൻ പോയ വീഡിയോ ആളുകൾ ചിരിച്ച് തല കുത്തി മറിഞ്ഞ് ചിരിച്ചു എന്നാണ് അതിലത്തെ കമൻസ് മൊത്തം. നിങ്ങൾ ഇതുവരെ ഇട്ടിട്ടുള്ള വീഡിയോയിൽ ഏറ്റവും ചിരിക്കാണ്ടായിരുന്നത് ആ എപ്പിസോഡായിരുന്നു പറഞ്ഞിട്ട്. അത് നമുക്ക് ഉറപ്പായിരുന്നു. കാരണം നമ്മുടെ ഈ പാലത്തിൻ്റെ അവിടെയുള്ള വീടുണ്ട്, അതാണ് മേജോൻ്റെ വീട്. അപ്പം മേജോ ഇവിടെയാണ് വളർന്നത്, ഈ അല്ലൻ ചേട്ടൻ്റെ ഒക്കെ ഇടയിൽ. അപ്പോൾ ഇവർ ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ വേറെ ഏത് സ്വർണ്ണക്കടയിൽ പോയാലും അവിടുത്തെ സെയിൽസ്മാനായിട്ട് എന്തായാലും അല്ലേട്ടൻ ഇങ്ങനെ സംസാരിക്കൂല, ഇതുപോലെ കോമഡി വരൂല അല്ലൻ ചേട്ടൻ്റെ വായിൽ. അത് മേജോ അവിടെ ഉള്ളത് കൊണ്ടാണ് അല്ലൻ ചേട്ടൻ സ്വന്തം വീട് പോലെ കംഫർട്ടബിൾ ആയിരുന്നു അവിടെ. അതുകൊണ്ട് ആൾ ഇങ്ങനെ ഇത് കൗണ്ടർ അടിക്കുക തഗ് എന്ന് പറയാം, ഫുൾ തഗ്ഗായിരുന്നു. അല്ല അതെ, ഇതിൽ കുറേ കമൻസ് അല്ലൻ ചേട്ടൻ്റെ കോമഡി കണ്ട് ചിരിച്ചു എന്നും തഗ് കേട്ട് ചിരിച്ചു എന്നും കുറേ പേര് എനിക്ക് അല്ല ഞാൻ പറഞ്ഞൂടെ. ചേട്ടൻ പറയാം. സുമ അപ്പു, അനിൽ ചേട്ടൻ പറഞ്ഞാണ് ശരി. നമ്മൾ ആരെയും കാണിക്കാനല്ല, നമ്മൾ നമ്മുടെ മനസ്സിനെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അടുത്ത് നൈസ് ഫാമിലി വ്ളോഗ്. അല്ലൻ ചേട്ടൻ്റെ ഇത്രയും ചിരിപ്പിച്ചൊരു വീഡിയോ വേറെ ഉണ്ടായിട്ടില്ല. ചേട്ടൻ്റെ ഒരു ഡയലോഗ് കേട്ട് ചിരിച്ച് ചത്തു. പിന്നെന്തുട്ടാ മാലതി നായർ, ഇന്നത്തെ സൂപ്പർ താരം അനിലൻ ചേട്ടൻ തന്നെ. റോഡ് പോലും 4 വരിയേ ഉള്ളൂ എന്ന് ചിരിച്ചൊരു വഴിയായി. പിന്നെ ലതാ ജയകുമാർ, ഇന്നത്തെ വീഡിയോ കലക്കി അനിലേട്ടൻ ഒരു രസികനാണ് കേട്ടോ, നല്ല രസമായിരുന്നു വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ. പെട്ടെന്ന് വീഡിയോ തീർന്നു പോയി എന്ന് തോന്നി. പെട്ടെന്നൊന്നല്ല അല്ലേ, അത് 30 മിനിറ്റ് അല്ലേ. അടുത്തത് ജയൻ വിജയ, അനിലേട്ടൻ്റെ ഭാര്യയോടുള്ള സ്നേഹം കണ്ടോ, ഇങ്ങനെ വേണം ഭർത്താക്കന്മാരായാൽ. അതുപോലെ നല്ല കോമഡിയും നല്ല വീഡിയോ ആയിരുന്നു ഇന്നത്തെ. അടുത്തത് രാസി ലുലു, അനിലേട്ടൻ്റെ കോമഡി കേട്ട് ചിരിച്ച് എൻ്റെ പൊന്നു സരിതയെ ഷോപ്പിംഗ് ഞങ്ങൾ ആസ്വദിച്ചു. പിന്നെ അനീഷ് അനിൽ, ചിരിച്ചൊരു വഴിയായി. അനീഷ അനിൽ, ചിരിച്ചൊരു വഴിയായി. അനിലൻ ചേട്ടൻ ഒരു രക്ഷയില്ല, അയ്യോ ഇരുന്ന് പൊറുതി മുട്ടിയുള്ള തമാശ. അടുത്തത് സവായി, ഞാൻ ചിരിക്കണ കുറേ മോജിട്ടുണ്ട് കേട്ടാ. ഇതിപ്പോൾ ക്ലൈമാക്സ് കാണാൻ കല്യാണം വരെ കാത്തിരിക്കണമെന്നുള്ളൂ. ഏത് മാല എടുത്തേ, പാലയ്ക്ക് ഏത് കമ്മല എടുത്തേ. പിന്നെ അതന്നെ അതൊക്കെ ഇതിൽ കാണാം. പാലയ്ക്ക് അവിടെ കമ്മൽ റെഡിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സെയിം അതിന് വരുന്ന യോജിക്കുന്ന കമ്മൽ പണിയാൻ കൊടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അത് ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച കിട്ടും കമ്മൽ. ദിവ്യ, അനിലേട്ടനെ പോലെ 916 തങ്കം കൂടെയുള്ളപ്പോൾ സീമ ചേച്ചിക്ക് സ്വർണം വേണമെന്നില്ല, എന്നാലും ഇരിക്കട്ടെ. രാഗി സജി, ഇന്ന് അജു ചേട്ടനെ കടത്തി വെട്ടിയ അനിലൻ ചേട്ടൻ. ചിരിച്ച് കണ്ണിൽ നിന്ന് വെള്ളം വന്നു. പാവം സരിതേച്ചിക്ക് ഒരു കുഞ്ഞു ചെയിൻ വാങ്ങിച്ചു കൊടുക്കാമായിരുന്നു അജു ചേട്ടാ. പിന്നെ എലിസബത്ത് തോമസ്, തൃശ്ശൂർ സ്ലാങ് ഈസ് സിംപ്ലി എൻ്റർടൈനിങ്. ഓ മൈ ഗോഡ്, ഐ ലാഫ്ഡ് സോ മച്ച് ലിസണിങ് ടു യു ഓൾ ടോക്കിംഗ്, സ്പെഷ്യലി മിസ്റ്റർ അനിൽ. ഇറ്റ് വാസ് ഓസം. ഹീ ഈസ് ട്രൂലി ആൻ അമേസിംഗ് ഹസ്ബൻഡ്. ഗോഡ് ബ്ലസ് യു ഓൾ. അടുത്തത് ഭാരതി ആനന്ദ്, ഒക്കെ ഇങ്ങനത്തെ ആട്ടോ, അതുകൊണ്ടാട്ടോ വായിച്ചു പോണേ. ഇന്നത്തെ വീഡിയോ ഒത്തിരി ഇഷ്ടമായി. അനിലൻ ചേട്ടൻ ഇന്നത്തെ താരം. ഉപമ നന്നായിട്ടുണ്ട്. അജു മാറിയിരുന്ന് ശരിയായില്ല. സരിത വിഷമിക്കണ്ട കേട്ടോ, നമ്മുടെ മാവും ഒരിക്കൽ പൂക്കും. അങ്ങനെ വിചാരിച്ചാൽ മതി, എല്ലാം ശരിയാവുമെന്നേ. പിന്നെ ആയിഷു, അജു സരിത നിങ്ങളുടെ വീഡിയോ കണ്ടാലേ അന്നത്തെ ദിവസം ഒരു പോസിറ്റീവ് എനർജിയാണ്. എന്നും നിങ്ങളുടെ വീഡിയോ കാത്തിരിക്കും. അനിലൻ ചേട്ടൻ ഒരു രക്ഷയില്ല, പൊളിച്ചു, ഒരുപാട് സ്നേഹം. പ്രേമ മലയത്ത്, എൻ്റെ സരിതയെ ചിരിച്ചൊരു വഴിയായി. ഈ വീഡിയോ അനിലൻ ചേട്ടൻ കൊണ്ടുപോയിട്ടാ. എന്താ മൂപ്പരുടെ തഗ്, വെറുതെ അല്ല സീമ ഇത്രയും സുന്ദരിയായത്. പാവം സരിത കുറേ പറഞ്ഞു നോക്കി അജുവിനോട്, വല്ല കാര്യമുണ്ടോ, സാരില്ല കേട്ടോ, അടുത്ത തവണ വാങ്ങിച്ചോ, നല്ല വീഡിയോ ആയിരുന്നു, ചിരിച്ച് ചത്തു. അടുത്തത് ജിതീഷ് തിലകൻ, വീഡിയോയുടെ തലക്കെട്ട് അന്വർത്ഥമാക്കുന്നതായിരുന്നു ഇന്നത്തെ വീഡിയോ. അനിലൻ ചേട്ടൻ ദ റോക്ക്. അനിലൻ ചേട്ടൻ ഇന്ന് വേറെ ലെവലാണല്ലോ, ഫുൾ എനർജി. ഇന്ന് ഏത് ഡ്രിങ്കാണ് കഴിച്ചതെന്ന് അറിയില്ല. അനിലൻ ചേട്ടൻ ഇന്ന് ഫുൾ ഫോമിലാണ്, ചിരിച്ച് വയ്യാതെ. എല്ലാവർക്കും നന്മയും സന്തോഷവും ഐശ്വര്യം ഉണ്ടാവട്ടെ. പിന്നെ ജഗ്ഗുവിന് ഒരു ഹായ്. വീഡിയോയുടെ തലക്കെട്ട് എന്നാലും എൻ്റെ അനിലേട്ടാന്നായിരുന്നു. അടുത്ത് പ്രകാശ് കോട്ടായി, അജു സരിതയ്ക്ക് എന്തിനാ സ്വർണം, സന്ധ്യയ്ക്ക് എന്തിന് സിന്ദൂരം, ചന്ദ്രയ്ക്ക് എന്തിന്. ആ പാട്ട് പാടി ചേട്ടാ. ലാസ്റ്റ് ജയചന്ദ്രന് പ്രണാമം പറഞ്ഞിട്ടുണ്ട്. ജയചന്ദ്രന്റെ സൂപ്പർ പാട്ടാണ്. സന്ധ്യക്കെന്തിന് സിന്ദൂരം, ചന്ദ്രികയ്ക്കെന്തിനു വൈഡൂര്യം, കാട്ടാറിനെന്തിനു പാദസരം, എൻ കൺമണിക്കെന്തിനാഭരണം. എന്തിനാ അതിൻ്റെ അർത്ഥം നോക്കി. സന്ധ്യക്ക് എന്തിനാ സിന്ദൂരം. അത് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ അത്യാവശ്യം നന്നായി പാടിയിട്ടുണ്ട്. ജയചന്ദ്രൻ്റെ പോലെയൊന്നും അല്ലെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പാടി. ഷിജി
പുന്നോക്കിലാന്ന് തോന്നുന്നു. ഹായ് ക്യൂട്ട് ഫാമിലി, ടുഡേ വീഡിയോ ഒരു രക്ഷയുമില്ല, ചിരിച്ചിരിച്ച് വയ്യാണ്ടായി. അനിൽചേട്ടൻ്റെ കോമഡി കേട്ടിട്ട് അനിൽചേട്ടൻ പറഞ്ഞല്ലോ ഓരോ ഗോൾഡ് ആ ചേട്ടൻ എടുത്തു തരുമ്പോൾ ഇത് നല്ലതെന്ന് പറയും. അതങ്ങനെയാണ്, ഗോൾഡ് കണ്ടാൽ ഞങ്ങൾ പെണ്ണുങ്ങൾ അങ്ങനെയാണ്. പിന്നെ എൻ്റെ മോൾ നിങ്ങൾ പറയുന്നത് കേട്ട് ചിരിച്ചിട്ട് ഞങ്ങൾ നാട്ടിൽ വന്നാൽ എൻ്റെ മോൾക്ക് നിങ്ങളെ കാണാൻ വരണമെന്ന്, പിന്നെ സരിത ചേച്ചിയെ കോൾ ചെയ്യണമെന്ന്. സരിത ചേച്ചിയുടെ നമ്പർ ഒന്ന് തരുമോ? 4 ഏജ് ആണ് മോൾക്ക്. നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ലവ് യു മൈ ഡിയേഴ്സ്. 4 വയസ്സുള്ളൂന്ന്. എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന്. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടൂ കേട്ടോ. ചെയ്താൽ മതി. പിന്നെ കഴിഞ്ഞ ഇന്ദിര കെയർ അല്ലേട്ടൊരു സംഭവം തന്നെ. എൻ്റെ അമ്മോ ഇതുപോലെ ചിരിച്ചൊരു വീഡിയോ. ദേശീയ ഹൈവേയോടും തൃശ്ശൂർ വെടിക്കെട്ടിനോടും ഗോൾഡ് സെലക്ഷൻ ഉപമിച്ച അനിൽ ചേട്ടൻ. അജു ഇടയ്ക്കിടെ മുങ്ങി നോക്കി, പക്ഷേ സരിത വിടില്ല. എന്നാലും എൻ്റെ അജുവയെ സരിതയെയും ചെറുതായി ഒന്ന് പരിഗണിക്കാമായിരുന്നു. അടുത്തത് മുല്ല ഷിബിർ. ഈ വീഡിയോയിൽ സ്വർണം ഞാൻ അധികം ശ്രദ്ധിച്ചിട്ടില്ല, കൂടുതൽ ഫോക്കസ് ചെയ്ത് അനിൽ ചേട്ടൻ്റെ മുഖത്തേക്കാണ്. അമ്മ അതിൽ കൗണ്ടറല്ലേ ചുള്ളൻ അടിച്ചു കൂട്ടിയത്. റോഡ് തന്നെ 4 വരിയുള്ളൂ, പിന്നല്ലേ മാല 6 വരി. സീമ ചേച്ചി മാലയ്ക്ക് നീളമില്ല. ഷോ അനിലേട്ടൻ അതിന് പേടിക്കണ്ട, ഇവിടെ കുറേ ചരടുണ്ട്. അയ്യോ ചിരിച്ച് അപ്പോഴൊക്കെ ഇത്ര കൗണ്ടർ കേട്ടിട്ടും ഒരക്ഷം ഉരിയാടാതെ പൂച്ച പോലെ ഇരുന്ന് അജുവേട്ടൻ പാവം പേടിച്ചിട്ടാണ്. ഇനി സരിത 3 പവൻ്റെ മാല എങ്ങാനും എടുത്തിട്ട് ചേട്ടാ അത് നോക്കിയേ നല്ല രസമുണ്ടല്ലേ, ഇത് വാങ്ങിക്കൂ ചേട്ടാ എന്നെങ്ങാനും പറയുമോ എന്ന് പേടിച്ചു. ഇരിപ്പ് ആ ഇരിപ്പിൽ തന്നെയുണ്ട്. പിന്നെ ശരീരം SRKയിലും മനസ്സ് മറ്റെവിടെയോ ആണ്. എന്തായാലും ഈ ആഴ്ച ബെസ്റ്റ് ഭർത്താവും ബെസ്റ്റ് കൊമേഡിയനുമുള്ള അവാർഡ് നമ്മുടെ അനിലൻ ചേട്ടന് തന്നെ. അപ്പൊ അങ്ങനത്തെ നിരവധി കമന്റുകളാണ്. ഹേമ ആർ, പാവം സരിത എന്തെങ്കിലും വാങ്ങിക്കൊടുക്കേണ്ടതായിരുന്നു. ഈ അജുവേട്ടൻ ദുഷ്ടൻ, തനി രാവണൻ. കഴിഞ്ഞ പിന്നെ രാധാ നായർ, അജു എവിടെ പോയി ഒളിച്ചിരുന്നു? സരിത സ്വർണം വാങ്ങിയാലോ എന്ന് കരുതി. നല്ല മിടുക്കൻ. സരിതയ്ക്കും ഒന്ന് വാങ്ങിക്കാമായിരുന്നു. ഞങ്ങൾക്ക് സന്തോഷമായേനെ. വീഡിയോ അടിപൊളി. ഓക്കെ സരിത, അജു. പിന്നെ വത്സ കുഞ്ഞുമോൻ, ഗുരുവായൂർ കേശവൻ എന്നാണോ അനിലൻ ചേട്ടൻ പറഞ്ഞു വന്നത്? ഗുരുവായൂർ കേശവൻ. അതുപോലെ തല ഉയർത്തി നടക്കണം, എന്നാലേ മാല കാണുള്ളൂന്ന്. അല്ലെങ്കിൽ ഇങ്ങനെ കുമ്പിട്ട് ഞാൻ മാല കാണില്ലല്ലോ. എന്തായാലും ഇന്നലെ ഒരു പണി കിട്ടി എൻ്റെ കാല്. ഇന്നലെ ഒരു പണി കിട്ടി, എൻ്റെ കാല് വേദനയായിട്ട് ഇരിക്കുകയായിരുന്നു. അല്പം നേരത്തേക്ക് വേദന മറന്നു. ലവ് യു ഓൾ. മാറട്ടെ. മഞ്ജുഷ PB, എൻ്റെ പൊന്നോ ചിരിച്ച് കൂമ്പളകി. ഇങ്ങനെയാണ് സ്വർണ്ണം എടുക്കാൻ പോകേണ്ടത്. ഞങ്ങളൊക്കെ സ്വർണ്ണം എടുക്കാൻ പോകുന്നത് ഒരു മാതിരി ശ്വാസം പിടിച്ച് വെച്ച പോലെയാണ്. അനിലും ചേട്ടൻ സീമ ചേച്ചിയും പൊളിച്ചു. ഇത് മറക്കാൻ പറ്റാത്ത എപ്പിസോഡായിരിക്കും. സ്വർണ്ണം എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ എന്നെങ്ങാണ്ട് അല്ല, സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ പിന്നെ നമ്മൾ ഭയങ്കര കോമഡി പറഞ്ഞ് ചിരിച്ച് അങ്ങനെ ഇരിക്കില്ലല്ലോ. നമ്മൾ അങ്ങനെ ചിരിക്കണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ മേജ ആയതുകൊണ്ടാണ് കേട്ടോ. ഞങ്ങൾ പോയാലും നല്ല കോമഡി ആയിരിക്കും. മേജ ഭയങ്കര തമാശയാണ്, അത് കാരണം. റഹീന സൈനുദ്ദീൻ, ഹായ് അജു എൻ്റെ സരിത. ഞാൻ ആദ്യമായിട്ടാണ് കമൻ്റ് ഇട്ടത്. ഈ വീഡിയോ കണ്ടപ്പോൾ ഇടാതിരിക്കാൻ തോന്നിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ടാളെയും. സീമയുടെ ഭാഗ്യമാണ് അനിലേട്ടൻ എന്ന് കരുതി സരിത അജുവിന് ഇഷ്ടമല്ല അങ്ങനെയല്ല കേട്ടോ. എനിക്ക് 42 വയസ്സുണ്ട്. എൻ്റെ ചെറിയ മോൾക്ക് 4 വയസ്സാണ്. ജനുവരി 13 വെഡിങ് ആനിവേഴ്സറി ആണ്. ഇന്നല്ല ജനുവരി 13. ഈ വീഡിയോ നാളെ ആവും വരാം. പിന്നെ ജഗ്ഗുവിനോട് എൻ്റെ അന്വേഷണം പറയണേ. എനിക്ക് കൃഷിയോട് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ വീഡിയോ മുടങ്ങാതെ കാണാറുണ്ട്. കമൻറ്റ് വായിക്കാതിരിക്കരുതേ. കമൻറ്റ് വായിച്ചു. അപ്പം റഹീന സൈനുദ്ദീൻ എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞിട്ടില്ല. കണക്കൂട്ടണ്ട. എത്രയായാലും എന്താ പറയാ, നല്ല സന്തോഷത്തോട് ഐശ്വര്യത്തോടു കൂടി ജീവിക്കട്ടെ ആശംസിക്കുന്നു. അടുത്തത് ഹാജറ അജു. സരിതേച്ചി, നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് അജുവേട്ടൻ ക്യാഷ് ഉണ്ടായിട്ടും വാങ്ങിത്തരാത്തതാണോ? അജുവേട്ടൻ്റെ കയ്യിൽ ക്യാഷ് ഉള്ളത് നിങ്ങൾക്കാണല്ലോ അറിയാം. പ്രേക്ഷകരെ കൊണ്ട് അജുവിനെ കുറ്റക്കാരനാക്കിയത് കൊണ്ട് ചോദിച്ചതാണ്. ഇത് കമൻറ്റിൽ വായിക്കണം. നിങ്ങൾ ചാനൽ തുടങ്ങിയ അന്നു മുതലുള്ള ഒരു ഫാമിലി മെമ്പറാണ്. ഒരുപാട് ഇഷ്ടമാണ്. ഇനിയും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അല്ല, ഇതിലിപ്പോൾ എന്നിട്ട് മെയിനായിട്ട് പറയാൻ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സരിതയ്ക്ക് എന്തുകൊണ്ട് ആഭരണം എടുത്തു കൊടുത്തില്ല ഞാൻ? അതല്ല ചോദ്യം. അല്ല, എൻ്റെ കയ്യിൽ കാശുള്ളത് സരിതയ്ക്ക് അറിയാം. അതല്ലേ ആ കുട്ടി പറഞ്ഞേക്കണേ, ഹാജറ. അതുകൊണ്ടാണ് നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റാത്തത്. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എടുത്തു കൊടുക്കില്ലേ? അപ്പം ഇടാത്ത സ്വർണം ഇങ്ങനെ പൊട്ടും പൊടികളും അതും ഇതൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു മോതിരം പൊട്ടിയത് അങ്ങനെയൊക്കെ കുറച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ അതൊക്കെ കൂട്ടിച്ചേർത്തിട്ട് എനിക്ക് ഈ കല്യാണത്തിന് ടൈം ആകുമ്പോൾ ഒരു 32 ഗ്രാമിൻ്റെ മാല ഞാൻ അവിടെ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചേച്ചിക്ക് ഇട്ട് നോക്കിയില്ലേ, ഇങ്ങനെ വല വല പോലെ വട്ടത്തിൽ 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 കണ്ണിയിട്ട് ഇങ്ങനെ ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ ഇങ്ങനെ 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 കാണിക്കുന്നത് അതന്നെ അതായിട്ട് അതിൻ്റെ ഉള്ളിൽ പേളും നിറച്ച് പേളായിട്ടൊരു മാല കാണിച്ചത് ഓർമ്മയുണ്ടോ? 32 ഗ്രാമിൻ്റെ ഓർമ്മയുണ്ടാവോ? ആ മാല ഞാൻ കഴിഞ്ഞ വട്ടം അവിടെ പോയപ്പോൾ നോക്കി വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടന് പറഞ്ഞു, നല്ല ഭംഗിയുണ്ട് മാല, ഇത് എനിക്ക് കല്യാണം ആകുമ്പോഴത്തേക്ക് വാങ്ങിച്ചു തരാം, 32 ഗ്രാമല്ലേ എന്നൊക്കെ. എന്നിട്ടാണ് അന്ന് ആ വീഡിയോയിൽ പറയുന്നുണ്ട്, അതിൻ്റെ തലേദിവസം രാത്രി ചേട്ടൻ എനിക്ക് ക്ലാസ് എടുത്തുന്ന് എന്നോട് പറഞ്ഞു, സരിതേ 32 ഗ്രാം ഇപ്പോൾ സ്വർണം നമ്മൾ കൊടുത്താലും ഗ്രാമിന് 1000 രൂപ വെച്ചിട്ടെങ്കിലും കൂലി വരില്ലേ? അപ്പോൾ 32,000 രൂപ കൊടുക്കണ്ടേ? ഈ ആ 32,000 രൂപയിൽ പകരം ഒരു 10,000 5,000 ഉണ്ടെങ്കിൽ ഒരു 5,000 രൂപ എടുത്തു കഴിഞ്ഞാൽ നിനക്ക് ആ ഗുഡ് വില്ല് പോയിട്ട് നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചാൽ പോരെ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാനും വിചാരിച്ചു, ശരിയാണല്ലോ ഈശ്വര അങ്ങനെ. പക്ഷെ അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. മാത്രമല്ല സ്വർണത്തിന് വില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പണിക്കൂലിനൊക്കെ കവർ ചെയ്തിട്ട് പോവതിൻ്റെ വില കുറേ കൊല്ലം കഴിയുമ്പോൾ സ്വർണത്തിന് കട്ടി വാങ്ങിക്കില്ല നല്ലത്, കോയിൻ വാങ്ങിക്കില്ല ലാഭം. കോയിൻ ഇട്ട് നടക്കാൻ പറ്റുമോ? ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറയുന്നത് അല്ല, ഇതാവുമ്പോ ഇട്ട് നടക്കുകയും ചെയ്യാം, ഇൻവെസ്റ്റ്മെന്റ് ആവുകയും ചെയ്തു. കയ്യിലില്ല, പിന്നെ വർത്തമാനം പറയണത്. ഈ സാധനം അപ്പൊ അതുമ്പോ പിടിച്ചു. അല്ല, ഈ സാധനം ഇതാക്കിട്ടായാലും അത് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇത് 20 ഗ്രാമുള്ളൂ. പിന്നെ ബാക്കി 12 ഗ്രാം നമ്മുടെ കയ്യില് അത് ഇതൊക്കെ കൂട്ടി ചേർത്തിട്ട് വേണമെങ്കിൽ എടുക്കാം ആയിരുന്നു. അപ്പൊ ഞാൻ പണിക്കൂലിയുടെ കാര്യം കേട്ടപ്പോ ഇത് പോയി. അതല്ല ഈ സാധനങ്ങൾ ഇട്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പൊ ഞാനും ഇപ്പൊ അത് ആലോചിച്ചു, എന്നാ ശരി വേണ്ട. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ കയ്യിൽ എന്തുണ്ടെന്നുള്ളത് സരിതയ്ക്ക് അറിയാം. പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയണ്ട, എന്നോട് എടുത്തു തരാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഹെൽവിൻ, അജുവേട്ടാ, സരിതേച്ചി, ജഗ്ഗു, നമസ്കാരം. ഇന്നത്തെ വീഡിയോ സൂപ്പർ. അനിലൻ ചേട്ടനാണ് ഇന്നത്തെ സ്റ്റാർ. ചിരിച്ച് ഉപ്പാടിളകി. പാവ അജു ചേട്ടൻ ഇനി എന്തെങ്കിലും വേണമെന്ന് സരിതേച്ചി പറയുമോ എന്ന് പേടിച്ചൊരു മൂലയ്ക്ക് പോയി കിടന്നുറങ്ങി. ഇന്നലെ വീഡിയോ കാണാത്തതിൻ്റെ വിഷമം ഇന്ന് മാറിക്കിട്ടി. എങ്കിലും അജു ചേട്ടാ, സരിതേച്ചിക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കാമായിരുന്നു, എനിക്കൊന്നും വാങ്ങി തരുന്നില്ലല്ലോ എന്നുള്ള സരിതേച്ചിയുടെ നോട്ടം കണ്ട് വിഷമം തോന്നി. ഏയ് അങ്ങനെ നോക്കിയിട്ടില്ല. എനിക്ക് പിന്നെ ആ പച്ചമാല നല്ല ഇഷ്ടമായി. ചേച്ചി വെച്ച് നോക്കിയാൽ വെള്ള ചേട്ടൻ എന്നോട് എടുത്തോളാൻ പറഞ്ഞു. 4 വരി. എന്നിട്ട് മുത്തിന്റെ അല്ല ചേട്ടൻ പറഞ്ഞില്ലേ ഇങ്ങനെ, ഇങ്ങനെ പറഞ്ഞില്ലേ മാനം നോക്കി നടക്കണം, മഴ പെയ്യുണ്ടോ ചേട്ടൻ പറഞ്ഞില്ലേ, എന്നാലാ മാല കാണുള്ളൂന്ന്. അത് 17 ഗ്രാമാ, അത് എടുത്തോന്ന് പറഞ്ഞു. എനിക്ക് അത് ഇഷ്ടായില്ല. പക്ഷെ ആ പച്ച മാലയില്ലേ, ആ പച്ച ഇങ്ങനെ ഇങ്ങനെ വരുന്നത്, അത് നല്ല രസമുണ്ട് ആ മാല കാണാൻ. അത് പക്ഷെ 8 ഗ്രാമുള്ള ഒരു പവൻ. അതെടുക്കട്ടെ ചോദിച്ചപ്പോൾ ചേട്ടൻ മിണ്ടിയില്ല. ഒന്നും മിണ്ടാണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ചേട്ടൻ അത് ഇഷ്ടായില്ല. പൊടികളൊക്കെ പറക്കി കൂട്ടി നമുക്ക് അത് എടുക്കാൻ പോവാം. പശുവിനെ വിറ്റതും നുള്ളി പറക്കുന്നതും ഒക്കെ കൂടി എന്നിട്ട് കൊടുക്കാല്ലേ. ഹാപ്പി ലൈഫ്. അജു ഏട്ടൻ ഉള്ളതുപോലെ പറയും. പാസര കഴുത്തിലിട്ട കാര്യം പറഞ്ഞില്ലേ, അങ്ങനെ ആരും അത് പറയില്ലാലോ. അത് ശരിയാ, അങ്ങനെയൊന്നും ആരും പറയില്ല. ഇനി ABC, ഇത് ഇന്നലത്തെ വീഡിയോയിലത്തെ കമൻറ്റാണ് കേട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഞായറാഴ്ചയായിട്ട് രാവിലെ നേരത്തെ പോയി കല്യാണത്തിന്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലെ മൊത്തം ബിസിയാണ്, ഫോൺ നോക്കാനേ നേരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഒന്നും എനിക്ക് സമയം കിട്ടിയിട്ടില്ല. വീഡിയോയും കണ്ടിട്ടില്ല ഞാൻ, മറ്റേ കമൻസും നോക്കിയിട്ടില്ല. ഇന്നലത്തെ വീഡിയോ എന്ന് പറയുന്നത് മിഥുനുമായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് ഇന്ന് രാവിലെ ഞാൻ ഫോൺ എടുത്തിട്ട് വാട്സപ്പ് നോക്കിയപ്പോണ്ട് ഒരു ഫ്രണ്ട് ഇട്ടേക്കുന്ന മെസ്സേജ്, സരിതേച്ചിക്ക് ഇന്നലത്തെ വീഡിയോയിൽ രൂക്ഷ വിമർശനമാണല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇന്നലെ വന്നേക്കണ കമൻറ്റ്, ഇന്നലെയും വാട്സപ്പ് ഞാൻ നോക്കിയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു വഴിയില്ല. കാരണം മിഥുനാണ്. ഞാൻ തുടക്കം ഒരു 2 മിനിറ്റ് തികച്ചുള്ളൂ എന്ന് തോന്നുന്നു. ബാക്കി ഫുൾ ടൈം മിഥുൻ ആയിട്ടാണ് ചേട്ടൻ്റെ കോമ്പിനേഷൻ വരുന്നത്. ഞാൻ എവിടെയും വരുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം വീഡിയോ എടുത്ത് കണ്ടു നോക്കിയപ്പോഴല്ലേ എനിക്ക് മനസ്സിലായേ. ഞാൻ ഈ കമൻറ്റ് വായിക്കാം. ABC, ഞാൻ കൂടുതലും അജുവിനെയാണ് വിമർശിക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ സരിതയെ വിമർശിക്കാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, അജു പലപ്പോഴും പൊട്ടൻ സംസാരിക്കാറുണ്ട്. അതിനെ ജനങ്ങൾ വിമർശിക്കാറുമുണ്ട്. അതിലൂടെ സരിതയ്ക്ക് കുറച്ച് പുകഴ്ത്തലും കിട്ടാറുണ്ട്. പക്ഷേ അജു സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ അതിന് സരിത കുറച്ചൊക്കെ റെസ്പെക്റ്റ് കൊടുക്കണം. കലോത്സവത്തെപ്പറ്റി എത്ര തവണയാണ് അജു പറയാൻ ആരാഞ്ഞത്? ഒരു വീഡിയോ എടുക്കുകയാണ് എന്ന് പോലും ചിന്തിക്കാതെ സരിത അതിനെ ചെയ്തുകൊണ്ടിരിക്കുന്നതായി കണ്ടു. ഇത് ശരിയാണോ? കമൻറ്റ് പോസിറ്റീവായി എടുത്ത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതിന് 88 ലൈക്ക് കിട്ടിയിട്ടുണ്ട്. അതിലത്തെ 1 ലൈക്ക് എൻ്റെ തന്നെയാണ്. ഞാൻ എൻ്റെ ഫോണിൽ നിന്നാണ് ഈ വീഡിയോ കണ്ടത്.
അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ കണ്ട് കുറച്ചായപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഈ കമൻറ്റാണ് ഏറ്റവും മേലെ കിടക്കണേ. ഈ കമൻറ്റിന് കുറേ ലൈക്ക് കിട്ടിയത് കൊണ്ടാണ് ഇത് മോളി വന്നത്. ഇതിന് 12 റിപ്ലൈ ഉണ്ട്. എനിക്കും അങ്ങനെ തോന്നി, ശരിയാണ്, എനിക്കും അങ്ങനെ തോന്നി, എനിക്കും അങ്ങനെ തോന്നി, ഇങ്ങനെ പറഞ്ഞിട്ട് 12 റിപ്ലൈയും കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിനൊരു ലൈക്കും കൊടുത്തു. അപ്പോൾ എനിക്ക് ഇടണം തോന്നി, എനിക്കും അങ്ങനെ തോന്നി എന്ന്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കണില്ല ചേട്ടനെ. ചേട്ടൻ ഇങ്ങനെ തൃശ്ശൂരിന് കിരീടം കിട്ടിയ ഒരു ഭയങ്കര സന്തോഷത്തിൽ ചേട്ടൻ ഇങ്ങനെ വലിയൊരു നമുക്കൊരു സന്തോഷമാണ് സ്വർണ്ണ കിരീടം തൃശ്ശൂരിന് കിട്ടിയെന്ന് പറയുമ്പോഴേ ഞാൻ ചാർലീനെ നോക്കുക. എന്നിട്ടുണ്ട് ചാർലീനെ വിളിക്കണു. ഈ പറഞ്ഞ പോലെ നമ്മൾ നെഗറ്റീവ് നമുക്ക് എതിരെ ഒരു ആരോപണം വരുമ്പോൾ അത് ശരിയാണെങ്കിൽ ഞാൻ എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞാനത് ചിന്തിക്കും. എൻ്റെ ഭാഗത്താണോ തെറ്റ്, ഞാൻ ഒരക്ഷരം മിണ്ടാറില്ല. ചേട്ടൻ്റെന്നായാലും എൻ്റെ അച്ഛനായാലും അമ്മയാണോ ആരാണ് ചീത്ത പറഞ്ഞു വെച്ചാൽ ഞാൻ അത് കേട്ടിരിക്കും. അപ്പം ഞാൻ അങ്ങനെ എന്നോട് തന്നെ പറയും, നീ ഇത് കേട്ടോ, ഇത് നീ കേൾക്കേണ്ടതാണ്, നീ തെറ്റ് ചെയ്തിട്ടല്ലേ, കേട്ടോ കേട്ടോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ മനസ്സ് എന്നോട് തന്നെ കേട്ടോ ഞാനിരിക്കും എന്ന പോലെ ഇത് ഞാൻ കേൾക്കേണ്ടത് തന്നെയാണ്. ഇത്രയൊന്നും പറഞ്ഞാൽ പോരാ, കുറച്ചും കൂടി പറയണം. അപ്പോൾ ABC പേരെനിക്കറിയില്ല എന്തിട്ടാണെന്ന്. അപ്പോൾ ആൾ പറഞ്ഞു വളരെ ശരിയാണ്, അത് പറയാൻ സമ്മതിക്കില്ല. എനിക്ക് വിഷമായി എന്നിട്ട് അത് കണ്ടിട്ട്. എന്നിട്ട് ഞാൻ പോന്നു. അപ്പം തന്നെ ഞാൻ പോന്നിട്ടും ചേട്ടനത് പറഞ്ഞൂല്ല. കാരണം എന്തിട്ടാന്ന് വെച്ചാൽ ജഗ്ഗു SPC ഉണ്ടെന്ന് അവന് അന്ന് സ്വീകരണത്തിന് പോണല്ലോ. മറ്റേ ഈ സ്വർണ്ണ കപ്പ് വലിയൊരു സ്വീകരണം ഉണ്ട്. അതിന് അവർക്ക് SPC മറ്റേ പോലീസിലെ യൂണിഫോമിൽ പോകണം. എന്നിട്ട് സ്വർണ്ണക്കപ്പും കൊണ്ട് ഇവർക്ക് തൃശ്ശൂർ മോഡൽ ഗേൾസ് സ്കൂളിൽ നിന്ന് ടൗൺ ഹാള് വരെ പരേഡും ഉണ്ടായിരുന്നു. അതിന് അവന് പങ്കെടുക്കണമായിരുന്നു. അപ്പം അവന് വേഗം പോകണം. രാവിലെ തന്നെ നേരത്തെ അവന് പോകണം അതിന്. അപ്പം ഞാൻ അവന് ഭക്ഷണം ഒക്കെ ശരിയാക്കും വേണം. അപ്പം ഞാൻ പോരാൻ നിൽക്കാം. അതിന് ചേട്ടനത് പറയാൻ ഞാൻ സമ്മതിക്കില്ല. ചേട്ടൻ പിന്നെ അത് പറഞ്ഞൂല. എന്നിട്ട് അത് എനിക്ക് തന്നെ അത് കണ്ടിട്ട് ഭയങ്കര വിഷമം തോന്നി. ഇതെന്ത് വീഡിയോ എടുക്കാത്തപ്പോൾ നമ്മൾ പലപ്പോഴും ചിലപ്പോൾ ഞാൻ പറയണത് ചേട്ടൻ ശ്രദ്ധിച്ചില്ല എന്നൊരു ചേട്ടൻ പറയണത് ഞാനും ശ്രദ്ധിക്കാണ്ട് വേറെ എന്തെങ്കിലും പറഞ്ഞു എന്ന് വരും, അതൊക്കെ. പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ നമുക്കൊരു ബോധം വേണം. നമ്മൾ വീഡിയോ എടുക്കുകയാണ്, ഇത് മറ്റുള്ളവർക്ക് കാണേണ്ട സാധനമാണ്, നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന സാധനമാണിത്. പല ലോകം മുഴുവനുള്ള ആളുകൾ ഇതിങ്ങനെ, ലോകം മുഴുവനും ഉദ്ദേശിച്ച് പല ഭാഗങ്ങളിൽ നിന്ന് കുറേ പേരൊക്കെ ഇത് കാണും എന്നുള്ളൊരു ബോധം വേണ്ട. ഞാൻ നാച്ചുറലാണ്, ഞാൻ ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞാലും കുറച്ചൊക്കെ നമ്മൾക്ക് അതിനോടൊരു ബഹുമാനം കൊടുക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ എനിക്ക് നല്ല ചീത്ത കേൾക്കണം. അതിൽ കുറേ കമൻസ് അങ്ങനെ വിമർശനം എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ ചേട്ടനെ പറയാൻ സമ്മതിക്കാണ്ട് പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ എനിക്കത് വായിച്ചപ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര ആശ്വാസം. ഇത് പറഞ്ഞത് കുറഞ്ഞു പോയി, നിങ്ങൾ കുറച്ചും കൂടി എന്നെ ചീത്ത വഴക്ക് പറയേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടാ. അടുത്തത് ജിതീഷ് തിലകൻ. മുല്ലപ്പൂ പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാമൊരു കൃഷി വൈഭവം. അനുഭവ സമ്പത്തുള്ള അജുചേട്ടൻ്റെ കൂടെ നിന്ന് കൃഷിയുടെ സാധ്യതകളും നല്ല വശങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മുടെ RC മച്ചാൻ. അജുചേട്ടനും RC മച്ചാൻ തമ്മിലുള്ള കെമിസ്ട്രി മറ്റ് യൂട്യൂബ് വ്ളോഗേഴ്സിൽ നിന്ന് വ്യത്യസ്തമായി കാണുകയുണ്ടായി. അത് ദിനം പ്രതി മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും നന്മയും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകട്ടെ. അതിനെ പറ്റി പറയുമ്പോഴേ ഈ ആരും ഇങ്ങനെയുള്ളൊരു വർത്തമാനത്തിൻ്റെ ഇത് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവില്ല. ക്യാമറാമാനും പിന്നെ അത് ചിലവർക്ക് സരിത അതിൻ്റെ ഇടയിലില്ലാത്തത് ഒരു കുഴപ്പമായിട്ട് തോന്നിയിട്ട് കമന്റ് ഇട്ടിട്ടുണ്ട്, 2-3 കമന്റ്. അത് ഇവന് സ്കൂളുള്ള ദിവസം കാലത്താണ് അവൻ വരണത്, മിഥുൻ വരണത്. ഇനി അവൻ എന്ന് പറയണതും ചിലവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഭയങ്കര അടുപ്പുള്ളവരെ നമ്മൾ അവൻ എന്ന് പറയും, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറയാതിരിക്കാൻ ശ്രമിക്കാട്ടാ. അപ്പോൾ അതുപോലെ നമ്മൾ ജ്വല്ലറിയിൽ വെച്ചിട്ട് മേജോനെ ഡാന്നൊക്കെ വിളിക്കുന്നുണ്ട്. കല്യാണം ചെന്നപ്പോട്ട് അവൻ ഇവിടെ ഉണ്ട്, മേജോ. നമ്മുടെ ആ ശൈലിയാണ് അങ്ങനെ വരുന്നത്, വിളിക്കുന്നത് അവനെ. അത്ര അടുപ്പുള്ളത് കൊണ്ടാട്ടോ അങ്ങനെ പറയണേ. അപ്പോൾ അങ്ങനെയുള്ള ദിവസം വരാം. അപ്പം എനിക്ക് അവിടെ നിൽക്കാൻ സമയം കിട്ടില്ല. ജഗുന് സ്കൂളില്ലാത്ത ദിവസം മാത്രമേ ഞങ്ങൾ മിഥുനുമായിട്ട് എടുക്കുള്ളൂ. അപ്പോൾ സരിതയും കൂടി ഉണ്ടാവും. അപ്പോൾ ഭയങ്കര തമാശകളുണ്ടാവും, കുറെ എങ്ങനെയും ഓട്ടമയിലുണ്ടാവും. കാരണം വെച്ചാൽ ഞാൻ ഈ നാടകമൊക്കെ അഭിനയിച്ച് കാണിക്കുമ്പോൾ സരിതയ്ക്ക് പറയാൻ വളരെയേറെ കാര്യങ്ങളുണ്ടാവും. ചേട്ടാ ആ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ആ വീഡിയോയിൽ എന്തൊക്കെയാ അഭിനയിക്കാനൊക്കെ ഉണ്ടെന്ന് പറയണം. അടുത്തത് അബ്ദുൾ അലി. തെറ്റുപറ്റിയിട്ടില്ല അജൂസ് സരിത, ഒക്കെ ശരിയാവും. അലിക്ക മലപ്പുറം. അലിക്കാനെ കല്യാണത്തിന് വിളിക്കില്ലേ അജൂസ്? നിങ്ങളുടെ വ്ളോഗ് സൂപ്പർ. യൂട്യൂബിൽ 1ാം ക്ലാസ്സാണ്. കമൻറ്റിൽ പറയുക. അലിക്കാനെ മറക്കരുതേ ഒരിക്കലും, ഞാൻ നോക്കും. അലിക്കാനെ കൊണ്ട് തോറ്റു. അലിക്കാനെ മറക്കണില്ല. ഇതിന് പറയാം, ഗണപതിക്ക് നാളേരെ ഉടച്ചിട്ട് തുടങ്ങാന്ന് പറഞ്ഞ പോലെ എല്ലാ ദിവസവും കമൻറ്റ് വൈകുന്നേരം തുടങ്ങുമ്പോൾ തന്നെ അലിക്കാനെ വിളിച്ചിട്ട് ഒന്ന് സ്മരിച്ചിട്ടേ ഞങ്ങൾ തുടങ്ങുള്ളൂ. കമന്റ് ഒന്നും ഇട്ടില്ലെങ്കിലും. 18-ാം തീയതി വൈകുന്നേരം റിസപ്ഷൻ വീട്ടിൽ പോരെ.
അടുത്തത് ചിത്ര പി കമ്മത്ത്. അജുചേട്ടൻ തോരൻ വെക്കുന്ന കണ്ടപ്പോഴേ ഞാൻ വീട്ടിൽ മോൻ്റെ അടുത്ത് പറഞ്ഞു, ഈശ്വര ഇത് എങ്ങനെ കഴിക്കുമെന്ന്. എന്നാലും അജുചേട്ടൻ്റെ ഈ തോരൻ കഴിക്കുന്ന എക്സ്പ്രഷൻ കാണാൻ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. മണിത്തക്കാളിയില തോരൻ വെക്കുമ്പോൾ തേങ്ങയും ചെറിയുള്ളിയും ചേർത്ത് ചെയ്യുകയാണെങ്കിൽ കയ്പ്പ് കുറവായിരിക്കും. അതല്ലെങ്കിൽ മറ്റ് ചീരയുടെ കൂടെ ഇതിൻ്റെ ഇലയും ഇട്ട് ചെയ്യുകയാണെങ്കിലും മതി. മണിത്തക്കാളിയുടെ ഗുണവും കിട്ടും, കയ്പൊട്ടും അറിയുകയുമില്ല. അടുത്തത് ഫസീല വ്ളോഗ്. അജുവേട്ടാ എന്തെങ്കിലും എൻ്റെ കമൻറ്റ് ഒന്ന് വായിക്കണേ. ഞാൻ എന്ന് കമൻറ്റ് ഇട്ടാലും എൻ്റെ കമൻറ്റ് വായിക്കാറില്ല. നിങ്ങളുടെ ഫാമിലി പൊളിയാണ്, എനിക്ക് നിങ്ങളുടെ ഫാമിലി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നിങ്ങളുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട്. ഗോഡ് ബ്ലസ് യു. കഴിഞ്ഞു. അപ്പോൾ ചെറിയേട്ടൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെറിയേട്ടൻ എന്താ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് വായനയിൽ 3 കൂട്ടരെ പരാമർശിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഒന്ന് ജൂബിലി എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടറാണ്. 90 വയസ്സുള്ള അമ്മാമയാണ്. ആൾക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ് ഇത്ര. അപ്പോൾ എന്നിട്ടാന്ന് വെച്ചാൽ നമ്മൾ ചെറിയേട്ടൻ ടൂർ പോലെല്ലാവില്ല, അപ്പോൾ ആ ഗ്രൂപ്പിലുള്ളതാണ്. അപ്പോൾ ജൂബിലി എന്ന് പറഞ്ഞ അമ്മാമ്മയ്ക്ക് ഞങ്ങളുടെ വക നമസ്കാരം. അമ്മാമ്മ എന്ന് പറയുമ്പോൾ ആൻറ്റി എന്ന് പറയാം. പിന്നെ ആളുടെ ഫോട്ടോ കാണിക്കാം കേട്ടോ. ചെറിയേട്ട ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ട് നമ്മുടെ ഇതിലേക്ക്. പിന്നെ ടോണി എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടറും ഒരു ഫാമിലിയും അവരെ എവിടെയോ ഇതുപോലെ വെച്ച് കണ്ടിട്ടുള്ളതാണ്. അല്ല, വടക്കുന്നാഥലിൽ ഒരു ദിവസം പോയപ്പോൾ കണ്ടതാണ് അങ്ങനെ പറഞ്ഞത്. എവിടെയോ വെച്ചിട്ട് അങ്ങനെ കണ്ടതാണ്. അപ്പോൾ അവരും പറഞ്ഞു നമ്മുടെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവരെ ഫോട്ടോ ഉണ്ട് കേട്ടോ. പിന്നെ എയർപോർട്ടിൽ വെച്ചിട്ട് കണ്ടിട്ടുള്ള അനിത മിനി, അങ്ങനെ 2 പേര്. അവരും ഇതുപോലെ വന്നിട്ട് ചെറിയേട്ടനും ചേച്ചിനും കണ്ട ഒപ്പം നിന്നിട്ട് സെൽഫിയൊക്കെ എടുത്തു. അപ്പോൾ അവരെയൊക്കെ ഫോട്ടോ കാണിച്ചു തരാം. അപ്പോൾ അവർക്കൊക്കെ ഞങ്ങളുടെ നമസ്കാരം, ഞങ്ങളുടെ സ്നേഹം എല്ലാം അറിയിക്കുന്നു. വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ കമൻറ്റ് വായന നിർത്താണ്. അപ്പം അടുത്ത വേണ്ടിയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.